നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കലാകേരളത്തിന്റെ, സാംസ്കാരിക കേരളത്തിന്റെ ഭാവി വാഗ്ദാനങ്ങൾ പിറന്നു വീഴുന്ന കേരളത്തിന്റെ കലോത്സവ വേദികളിൽ ജാതിയുടെയും മതത്തിന്റെയും വർഗീയതയുടെയും വിഷവിത്തുകൾ വിതറി മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചത് ആരാണ്? കഴിഞ്ഞ 16 വർഷമായി കേരളത്തിന്റെ കലോത്സവ വേദികളിൽ കുരുന്നുകൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം വിളമ്പിയ പഴയിടം മോഹനൻ നമ്പൂതിരി വിഷമത്തോടെ കോഴിക്കോട് കലോത്സവ വേദിയിൽ നിന്നും പിൻവാങ്ങുമ്പോൾ സാംസ്കാരിക കേരളമേ, മതേതര കേരളമേ, ലജ്ജിച്ച് തല താഴ്ത്തുക. പൊതുസമൂഹം തങ്ങളുടെ മതപരമായ ഭക്ഷണം കഴിച്ചേ മതിയാകൂ എന്ന ഗൂഢമായ അജണ്ട ചിലർ നടപ്പിലാക്കുന്നതിന്റെ കാഹളധ്വനിയല്ലേ കോഴിക്കോട് കലോത്സവ വേദിയിൽ നിന്നും ഉയർന്നു കേട്ടത്? ഒരു പ്രത്യേക വിഭാഗം ഭൂരിപക്ഷമാകുമ്പോൾ മറുവിഭാഗക്കാർ എത്ര വേദനയോടെ ആ സമൂഹത്തിൽ നിന്നും പടിയിറങ്ങേണ്ടി വരുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമല്ലേ ഇത്തരം വിവാദങ്ങൾ? ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു കേരളത്തിലെ ആദ്യത്തെ കാശ്മീരി പണ്ഡിറ്റോ പഴയിടം മോഹനൻ നമ്പൂതിരി. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ VP ജോസഫ് വലിയവീട്ടിൽ, കാസയുടെ പ്രസിഡന്റ് ശ്രീ കെവിൻ പീറ്റർ, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ VP ജോസഫ്, ഈ കലോത്സവ വേദിയിലെ, കോഴിക്കോട് കലോത്സവ വേദിയിലെ ഭക്ഷണ വിവാദവുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കഴിഞ്ഞ ദിവസം അങ്ങ് പങ്കുവെച്ചത്. നമുക്കറിയാവുന്നതുപോലെ താങ്കൾ മുൻ കലോത്സവങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറത്തൊക്കെ വിവിധ കലോത്സവ വേദികളിൽ വിധികർത്താവായി ആ കലോത്സവ വേദികളിൽ പങ്കാളിത്തം വഹിച്ചിരുന്നു. അന്നൊക്കെ വിശപ്പ് മാറാൻ വേണ്ടി ക്യൂ നിന്ന് ഭക്ഷണം മേടിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഭക്ഷണത്തിന് പുളിയുണ്ടോ അല്ലെങ്കിൽ ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ തെരഞ്ഞിരുന്ന ഒരു സ്ഥാനത്ത് ഇന്ന് ആ ഭക്ഷണം വിളമ്പിയത് ആരാണ്, ആ ഭക്ഷണം പാകം ചെയ്ത വ്യക്തിയുടെ രാഷ്ട്രീയം എന്ത്, ജാതി എന്ത്, മതം എന്ത് എന്ന് തിരയുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുവാൻ ചില വിവാദങ്ങൾക്ക് സാധിച്ചു. ഈ വിവാദങ്ങൾ പടച്ചുവിടുന്നവരുടെ ലക്ഷ്യം എന്താണ് ഫാദർ VP ജോസഫ്? അതായത് എനിക്ക് നാല് കലോത്സവത്തിനാണ് ഞാൻ മാർക്കിടാൻ പോയത്. സംസ്ഥാനത്തിന്റെ ചവിട്ടാളത്തിന് പരിചയമുട്ട് കളിക്കും. കൊല്ലത്ത് പോയി, ട്രിവാൻഡ്രത്ത് പോയി, പാലക്കാട് പോയി, മലപ്പുറം പോയി. ഇവിടെയെല്ലാം, പ്രത്യേകിച്ച് മലപ്പുറത്തും പാലക്കാടും ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ജഡ്ജസിന് പോലും ഭക്ഷണം ഒരേ സ്ഥലത്തു നിന്നാണ്. അപ്പൊ നമ്മള് ക്യൂ നിന്നാണ് ആ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ കഴിക്കുമ്പോഴ് പക്ഷെ സ്വാഭാവികമായിട്ട് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമാണ്. നമുക്ക് അത്ഭുതപ്പെട്ടു പോകും, ഈ 10,000-കണക്കിന് മനുഷ്യർക്ക് ഇതിങ്ങനെ ഇത്രയും വൃത്തിയും മെനയുമായിട്ട്, കൃത്യമായിട്ട്, സ്വാദിഷ്ടമായിട്ട്, തൃപ്തിപരമായിട്ട് ഇതൊക്കെ വിളമ്പ. അതാണ് അതിൻ്റെ കലോത്സവത്തിന്റെ മറ്റൊരു കലയാണത്. പാചക കല എന്ന് പറയുമ്പോൾ കറക്റ്റാ. പക്ഷെ അന്നൊന്നും ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല, ആർക്കുമില്ലെന്ന് തന്നെയല്ല. ഈ അവിടുത്തെ അതായത് ഭക്ഷണം കിട്ടി കഴിച്ച് അടുത്ത വണ്ടിക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാരാണ്. പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഓരോ ടീമും, അതുപോലെ തന്നെ ടീമിന്റെ കൂടെ വരുന്ന അവരുടെ ലീഡേഴ്സ്, അവരുടെ ആരെങ്കിലുമൊക്കെ സഹായികളായിട്ട് വരുന്നവരൊക്കെ ട്രെയിനിന് പോകാനുള്ളവരുണ്ട്, ബസ്സിന് പോകാനുള്ളവർ, ബസ് പിടിച്ചു വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരെല്ലാം എത്രയും വേഗം പ്രോഗ്രാം കഴിഞ്ഞ് സ്ഥലം വിട്ടു പോകുന്ന ഒരു ഹറിബറി സിറ്റുവേഷനാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ശരിക്കും പറഞ്ഞ വെജിറ്റബിള് സ്വാഭാവികമായിട്ട് മനുഷ്യൻ മെഡിക്കലായിട്ട് പോലും കഴിക്കേണ്ട ഭക്ഷണം വെജിറ്റബിൾ ആണ്. അന്നൊന്നും ഒരു വിവാദം ഇല്ലായിരുന്നു. ഇന്ന് പുതിയ വിവാദങ്ങൾ ഉണ്ടാകുകയാണ്. ഉണ്ടാകുക എന്ന് പറയാനൊക്കെ പറ്റത്തില്ല. വിവാദങ്ങൾ ശരിക്കും ബോധപൂർവം ചില നിഗൂഢമായ ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കി വിടുകയും അത് 1 by 1 ആയിട്ട് എനിക്ക് റെസ്പോണ്ട് ചെയ്യേണ്ടി വന്ന സാഹചര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഓരോ ആഴ്ചയിലും ഓരോ വിവാദം ഉണ്ടാക്കുന്നു. എന്നിട്ട് സമുദായങ്ങളെയും സമൂഹങ്ങളെയും സൗഹാർദ്ദവും സമാധാനത്തിരിക്കുന്നവർ തമ്മിൽ തരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാന്യമായിട്ടുള്ളൊരു വർക്കാണ്. അത് ആര് ചെയ്താലും, അത് അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും സമൂഹത്തോട് ചെയ്തിരിക്കുന്ന ഒരു ഏറ്റവും ശക്തമായ ഒരു തിന്മയാണ്.
ഞാൻ തൽക്കാലം ഇത്രയും പറയുന്നു, ബാക്കിയുള്ളവർക്ക് സമയമുണ്ടല്ലോ, തിരിച്ചു വരാം നമുക്ക്. ഒപ്പം തന്നെ ഫാദർ വി പി ജോസഫ്, അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ മറ്റൊരു ശ്രദ്ധേയമായ ഒരു പരാമർശം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇരകളെ ചിലർ സൃഷ്ടിക്കുക, ആ ഇരകളുടെ സംരക്ഷകരായി അവർ ഇറങ്ങിത്തിരിക്കുക, എന്നിട്ട് ആ ഇരകളെ സ്വയം വിഴുങ്ങുക. കേരളത്തിൽ ഈ അടുത്ത നാളുകളിൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയല്ലേ അത്, ഫാദർ വി പി ജോസഫ്? അതായത് ഇത് ഭയങ്കര രസമുണ്ട്. ആദ്യം ഇവര് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ഇരകളെ അവർ തന്നെ അഡ്രസ് അവർ തന്നെ നോട്ട് ചെയ്യും. നോട്ട് ചെയ്തിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ സഹായിക്കാനോ എന്ന വേദന അവർക്ക് പറ്റുന്ന ഒരു സാധനം നമ്മൾ ആരോട് അതായത് ഒരിക്കലും ചിന്തിക്കാത്ത സാധനം ഇങ്ങനെ വെറുതെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരുമ്പോ സ്വാഭാവികമായിട്ട് ആ താല്പര്യമുള്ള ആൾക്കാരെല്ലാം കയറി അമ്മ കൊത്താൻ നോക്കുമ്പോ ഒരു ഗ്രൂപ്പായിട്ട് അത് കൺവേർട്ട് ചെയ്ത് വരും. അപ്പൊ ഇവരുടെ സംരക്ഷകരായിട്ട് അങ്ങോട്ട് മാറും, ഇരകളുടെ സംരക്ഷകരായിട്ട് മാറും. പക്ഷേ നമ്മൾ രാഷ്ട്രീയമായിട്ട് പറയുമ്പോഴും മറ്റു തരം സാമൂഹ്യമായിട്ട് പറഞ്ഞാലും ഈ ഇരകളെ ട്രേസ് ഔട്ട് ചെയ്ത് ഇരകളാക്കിയവർ തന്നെയാണ് പിന്നീട് വേട്ടക്കാരായി വരണത്. അതാണ് അതിനകത്ത് വരുന്ന വിഷയം തന്നെ. അത് സാധാരണ രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഒരു വിഷയമാണ്. ഒരു ക്രൈസിസ് എവിടെയെങ്കിലും പോയി ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ആ ക്രൈസിസിന്റെ സംരക്ഷകരായിട്ട് ആ ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ തന്നെ വരിക, എന്നിട്ട് അതിന്റെ മുതലെടുപ്പ് നടത്തുക. ഇതിപ്പോ എങ്ങനെ വന്നു? ഇതിപ്പോ ഇതുപോലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കും വന്നപ്പോ ധ്രുവീകരണം ഭയങ്കര പോളറൈസേഷനാണ് വരണത്. ഈ കേരളത്തെ ഇങ്ങനെ പോളറൈസേഷൻ ചെയ്തതിൽ ഇതുപോലുള്ള ആൾക്കാർക്ക് നിർണായകമായ പങ്കുണ്ട്. അതാണ് നമ്മുടെ ശാസ്ത്രീയഭരണം എന്ന് പറഞ്ഞതിന്റെ കാരണം. എനിക്കതാ പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ്. ശ്രീ കെവിൻ പീറ്റർ, നമുക്കറിയാം വർഷങ്ങളായി കേരളത്തിൽ ഇത്തരം സംസ്ഥാന യുവജനോത്സവങ്ങൾ പല ജില്ലകളിലായി നടക്കുന്നു. അന്നൊക്കെ നാം ചർച്ച ചെയ്തിരുന്നത് കലയാണ്, നമ്മുടെ കുരുന്നു കുട്ടികളുടെ പെർഫോമൻസ്. പ്രത്യേകിച്ച് നമ്മൾ ടി വിയിലൊക്കെ അത് വളരെയധികം ആസ്വദിച്ചിരുന്നു, മിമിക്രിയും സംഘഗാനവും സംഘനൃത്തവും അതൊക്കെ. എന്നാൽ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായി ഒരു കലോത്സവ വേദിയിൽ ഭക്ഷണം ചർച്ചയാകുന്നത് ആദ്യമായിട്ടാണ്. ഭക്ഷണം വിളമ്പുന്ന വ്യക്തിയുടെ ജാതി അല്ലെങ്കിൽ മതം ചർച്ചയാകുന്നു. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ വലിയ രീതിയിൽ വിവാദമാകുന്നു. ആ ഒരു പരാമർശങ്ങൾ നടത്തിയ വ്യക്തി അല്ലെങ്കിൽ അതിന്റെ ഒരു സോഴ്സ് അത് അത്ര ഒരു നിഷ്കളങ്കമായി സംഭവിച്ചതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ, ശ്രീ കെവിൻ പീറ്റർ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പോ ബഹുമാനപ്പെട്ട ജോസഫ് അലി വീട്ടിലെ അച്ഛൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പൊ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും വെച്ചാണെങ്കിൽ ഇവിടെ ഒരു കളമൊരുക്കൽ നടക്കുകയാണ്. അതായത് ഇസ്ലാമിക വൽക്കരണത്തിന് മുൻപായിട്ടുള്ള എല്ലാവിധ ഭാഗത്തു നിന്നുള്ള ഒരു കളമൊരുക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ അച്ഛൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു, അച്ഛൻ നാല് പ്രാവശ്യത്തോളം ജഡ്ജിയായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഒരു മതേതര കേരളത്തിന്റെ മുൻപുണ്ടായിരുന്ന ആ മതേതര കേരളത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ ഇത്തരം കലോത്സവങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോ ബഹുമാനപ്പെട്ട നമ്മുടെ ജോസഫ് അച്ഛൻ അവിടെ എത്തി, അതുപോലെ മുസ്ലിം പണ്ഡിതർ അവിടെ വരുന്നു, ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നു, നാനാജാതി മതസ്ഥർ, അധ്യാപകർ, പങ്കെടുക്കുന്ന കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, കാഴ്ചക്കാർ. അവിടെ മതമില്ല, അവിടെ കല മാത്രമേ ഉള്ളൂ. കലയെ ആസ്വദിക്കുക, എല്ലാവരും അത് ആസ്വദിക്കുന്നു. ഒരേ ഭക്ഷണം, എല്ലാവരും എല്ലാ മതസ്ഥരും ഒരേ ഭക്ഷണം കഴിച്ചു. അവിടെ ഭക്ഷണം കഴിക്കാനല്ല വരുന്നത്, അവിടെ കല ആസ്വദിക്കാനും കലയിൽ വിജയാവാനും അതിൽ മത്സരിക്കുവാനാണ് എത്തുന്നത്. അവിടെ ഒരു ഭക്ഷണത്തിന് അവിടെ ഒരു പ്രാധാന്യമില്ല. അവിടെ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ പുറത്തു പോയി അത് കഴിക്കുക, അത് കണ്ടെത്തുക, ജഡ്ജിക്കുക, അതുപോലുള്ള ആൾക്കാർക്ക്, ഓഫീഷ്യലുകൾക്ക് എത്തിച്ചു കൊടുക്കുക, അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് സജ്ജീകരണം ഏർപ്പാടാക്കിയിരിക്കുന്നു. അത്രയേ ഉള്ളൂ. അവിടെ വിശപ്പടക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. എന്നാൽ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി, 23 വർഷങ്ങളായി ശ്രീ പഴയിടം നമ്പൂതിരി ഒരുവിധ പഴിയോ ഒന്നും കേൾക്കാതെ, ആർക്കും ഒരു പരിഭവമോ പ്രശ്നങ്ങളോ ഒരു കുറ്റങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ അത് ഇത്രയും കാലം ചെയ്തു. ഇവിടെ ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞത് ഇപ്പൊ ജോർജ് സൂചിപ്പിച്ചതുപോലെ ബോധപൂർവമായ ഒരു പ്രവൃത്തിയാണ്. ഇതിന് സമാനമായ മറ്റൊരു പ്രവൃത്തി ഇവിടെ നടന്നിട്ടുണ്ടോ? അതുകൂടെ ഞാൻ ഇതിനോടൊന്ന് കണക്ട് ചെയ്ത് വെക്കാം.
ഇവിടെ നമ്മൾ ലവ് ജിഹാദ് കേസുകളിൽ നമ്മൾ കൂടുതലും കണ്ടെത്തിക്കൊണ്ടിരുന്നത് വെബ്സൈറ്റുകളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ സർക്കാർ രേഖകളും അപ്ലോഡ് ചെയ്യണം, ഈ ഫയലിംഗ് നടത്തണം. അപ്പൊ അത്തരം ഫയലിംഗ് നടത്തുമ്പോൾ അത് നമ്മൾക്ക് അറിയാൻ കഴിയുന്നു ഇന്ന് എത്ര രജിസ്ട്രേഷൻ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിലുകൾ കിട്ടുന്നു, ഡിജിറ്റൽ പ്രിന്റ് ഔട്ട് നമ്മൾ എടുക്കുന്നു, അതിന്റെ അഡ്രസ്സുകൾ നോക്കുന്നു, പെൺകുട്ടികളുടെ വീട്ടുകാരെ വിവരം അറിയിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു 10ൽ 9 കേസുകളെങ്കിലും വീട്ടുകാരെ വിവരം അറിയിച്ച് അതിൽ പകുതിയിലേറെയെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിക്കുന്നു. അപ്പൊ ഇത് ഇവരുടെ ഒരു അജണ്ടയ്ക്ക് ദോഷകരമായി മാറുന്നു എന്ന് കണ്ടപ്പോൾ ബാംഗ്ലൂർ സ്വദേശിയായ ഒരു പെൺകുട്ടിയെ കൊണ്ട് നമ്മുടെ ജി സുധാകരന് ഒരു പരാതി കൊടുക്കുന്നു. അവളൊരു എത്തിസ്റ്റ് ആണ്. അവളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ പുറത്തായി, അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജി സുധാകരൻ ഒരു പരാതി കൊടുക്കുന്നു. പ്രത്യേകിച്ച് ചർച്ചയോ പഠനമോ ഒന്നുമില്ലാതെ തന്നെ അദ്ദേഹം ഒരു വാക്കാൽ ഒരു തീരുമാനം പുറപ്പെടുവിക്കുന്നു. അത് ലീഗലായിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ഒരു ലീഗലായിട്ട് ഒരു നിർദ്ദേശം, ലീഗൽ അല്ലാതെ ഒരു നിർദ്ദേശം അൺഒഫീഷ്യൽ എഴുതി കഴിഞ്ഞു, ഇത് അപ്ലോഡ് ചെയ്യാൻ പാടില്ല. ഇപ്പോഴത് അപ്ലോഡ് ചെയ്യുന്നില്ല. ചെയ്താൽ തന്നെ ആഴ്ചകൾ കഴിഞ്ഞിട്ടായിരിക്കും അത് അപ്ലോഡ് ചെയ്യപ്പെടും. അതിന്റെ കാലാവധിയൊക്കെ അടുക്കാറാവുമ്പോഴാണ് അപ്ലോഡ് ചെയ്യുക. 90% കേസുകളിലും അപ്ലോഡ് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അതിനുവേണ്ടി ഒരു പരാതിക്ക് വേണ്ടി ഒരു വ്യക്തിയെ, ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അവളെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നു. ഇപ്പം സർക്കാർ സ്വയമേധയാ സർക്കാരിലുള്ള പ്രഷർ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്നല്ല, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ആൾക്കാരിൽ നിന്നുള്ള ആ ഒരു നിർദ്ദേശം അനുസരിച്ച് സർക്കാർ നേരിട്ട് ഇടപെടുന്നതിന് പകരം അതിന് ഒരു വ്യക്തിയെ അതിനു വേണ്ടിയിട്ട് നിയോഗിക്കുന്നു. ആ വ്യക്തി ഒരു പരാതി കൊടുക്കുന്നു, ആ പരാതിയിൽ ഒരു തീരുമാനമെടുക്കും. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അരുൺ കുമാർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എവിടെയോ അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് അതിൽ തീരുമാനമെടുക്കും. പ്രത്യേകിച്ച് ഇവിടെ ഭരിക്കുന്നത് ജാതിക്കും മതത്തിനും ഒന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകന്റെ തന്റെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഇവിടെ പല ഭാഗങ്ങളിൽ ചർച്ച വരുന്നു, അതിന്റെ അഭിപ്രായങ്ങൾ വരുന്നു. രാഷ്ട്രീയ പ്രവർത്തകർ, രണ്ടാം നിര യൂത്ത് കോൺഗ്രസ്, അതുപോലുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളായ യുവാക്കൾ, അങ്ങനെ പലരും അതിനെക്കുറിച്ച് ഭയങ്കരമായ ഒരു ചർച്ചയാവുന്നു. കലോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം കലാതിലകം നേടുന്നത് ഭക്ഷണത്തിന്റെ ഇതിലാണ് എന്നുള്ളത് തോന്നലിലേക്ക് എത്തിക്കും പോലെ അവിടെ ഒരു ഭയങ്കര ചർച്ച വരുന്നു. ഉടൻ തന്നെ അടുത്ത വർഷം തൊട്ട് എനിക്ക് കോഴിക്കോട്ട് ബിരിയാണി വിളമ്പണമെന്നായിരുന്നു ആഗ്രഹം എന്ന് പറയുന്ന ലെവലിലേക്ക് പെട്ടെന്ന് എത്തി. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ പച്ചയ്ക്ക് തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോൺ വെജോ ഇതൊന്നുമല്ല അവിടുത്തെ പ്രശ്നം. അമുസ്ലിമായ ഒരു വ്യക്തി തങ്ങളുടെ ജഡ്ജിമാർ പങ്കെടുക്കുന്ന, മതപണ്ഡിതർ പങ്കെടുക്കുന്ന, ജഡ്ജിമാരായി പോകുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മത്സരിക്കാൻ പോകുന്ന കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ, ടീച്ചർമാർ, ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാവരും പങ്കെടുക്കുന്ന സ്ഥലത്ത് ഒരു അമുസ്ലിമായ വ്യക്തി തന്റെ പാചകം നിർവഹിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇവരുടെ മുന്നിലെ പ്രശ്നം, പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ. കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ദൈവവിശ്വാസിയാണ്. ഒരു ബ്രാഹ്മണനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദൈവവിശ്വാസിയായിരിക്കും. അദ്ദേഹത്തിന്റെ പണി ചെയ്യുന്ന ആ ഒരു പാചകപ്പുരയിൽ അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ആരാധനാ മൂർത്തിയെ വെച്ച് തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിരിക്കും. കാരണം അദ്ദേഹം അവിടെ മതം ഭക്ഷണത്തിൽ കലർത്തുകയല്ല, മറിച്ച് താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു അപകടം ഉണ്ടാവരുത്. ഇത്രയധികം കുഞ്ഞുമക്കൾ ആഹാരം കഴിക്കുന്ന ഒരു സ്ഥലമാണ്, അവിടെ അപകടം ഉണ്ടാവരുത്, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം, എല്ലാവർക്കും തൃപ്തിയാകണം, ആർക്കും ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, ഇത് പരിപൂർണ വിജയമായിരിക്കണം, അതിലുപരി തനിക്ക് ഇത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി തരണം എന്നുള്ളൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അവിടെ വെച്ചിരിക്കാം. ശ്രീ കെവിൻ പീറ്റർ, ഒരു കാര്യം, വർഷങ്ങളായി യുവജനോത്സവങ്ങളിൽ എല്ലാ മതവിഭാഗക്കാരും പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഈ പെട്ടെന്ന് എങ്ങനെയാണ് ഇത്ര വിഷലിപ്തമായ ചിന്ത ചിലരുടെ മനസ്സിൽ കടന്നുകൂടിയത്? അങ്ങ് സൂചിപ്പിച്ച ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഇതിനു വേണ്ടിയിട്ട് ഒരു ഇസ്ലാമിക വൽക്കരണത്തിന് വേണ്ടിയിട്ട് ഒരു കളമൊരുക്കലാണ് ഇവിടെ നടക്കുന്നത്. ആ കളമൊരുക്കലിന്റെ ഭാഗമായിട്ട് ഇത്ര വരുന്ന ഒരു പ്രശ്നം ഇതുപോലുള്ള ഇത് സംഭവിച്ചപ്പോൾ ഇതിന് പാരലായിട്ട് പല കലോത്സവങ്ങളിലും, അറബി കലോത്സവം, സംസ്കൃത കലോത്സവം, ശാസ്ത്രമേള, കായികമേള, മറ്റു മേളകൾ, ഇതിലെല്ലാത്തിലും ഇത് പടർന്നു പിടിക്കുമെന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ബോധപൂർവം ഇതിലേക്ക് അടുത്ത പ്രാവശ്യം മറ്റൊരു കൂട്ടർ കടന്നു വരണം, അവരുടേതായ ഭക്ഷണം അതിലേക്ക് കടന്നു വരണം. അത് മാത്രമാണ് അവരുടെ പ്രശ്നം. കാര്യം ഇനി ഒരു ഹൈന്ദവൻ ഈ രംഗത്തേക്ക് ധൈര്യപൂർവ്വം വരില്ല. അത് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ അയാളുടെ അദ്ദേഹത്തിന്റെ ഭയം, ആ ഭയത്തെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. അദ്ദേഹം ഉറക്കമുളച്ചിരുന്നു. അത്
ഒരു അതിന് കാവലിരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ ഏതാനും 2 ആഴ്ചകൾക്കുള്ളിൽ 3 മരണങ്ങളാണ് നടന്നത് നോൺ വെജ്, പ്രത്യേകം അറബി ഫുഡ് കഴിച്ചുകൊണ്ട്. അത്തരത്തിൽ ഒരു പ്രത്യേക ഒരു ഭാഗം പ്രതിക്കൂട്ടിൽ അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ ഇതേപോലൊരു സ്ഥലത്ത് ഒരു അട്ടിമറി അദ്ദേഹം മാത്രമല്ല ഞാൻ പോലും പ്രതീക്ഷിച്ചിരുന്നു അതുണ്ടായില്ല. നമ്മുടെ കുഞ്ഞുമക്കളുടെ ജീവനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിന്മാറ്റം നമുക്ക് എല്ലാവർക്കും വേദന ഉണ്ടാക്കുന്നതാണെങ്കിൽ തന്നെ അത് ബുദ്ധിപൂർവമായ ഒരു പിൻവാക്കം തന്നെയാണ്. കാരണം ഇനി ഒരിക്കലും ഒരു ഹൈന്ദവനോ ഒരു പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളൊന്നും ഇത്തരം രംഗത്ത് ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാം. അത് ആരും തന്നെ ധൈര്യപ്പെടില്ല. ഇനി ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഇത്തരം ഒരു മേഖലയിൽ വരുവാൻ ധൈര്യപ്പെടില്ല. അവർ പ്രതീക്ഷിക്കുന്നത്, പേടിക്കുന്നത്, ഭയപ്പെടുന്നത് അട്ടിമറിയെ തന്നെയാണ്. ഒരു 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 അതിസാരം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം ഏതെങ്കിലും ഒരു സാമ്പാറിലോ എന്തെങ്കിലും ഒരു സാധനത്തിൽ മനഃപൂർവ്വം ഒരു കലക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും അവിടെ വലിയൊരു പ്രശ്നമുണ്ടാവും. കുഞ്ഞുമക്കളുടെ ജീവനാണ്. അതുകൊണ്ട് തന്നെ അവർ കടന്നു വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരായിരിക്കും വരിക? അതാണ് അവർ ഉദ്ദേശിച്ചത്. അത്യന്തികമായി അരുൺകുമാർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു വിഷയം ഇവിടെ എടുത്തിടുകയും ആ വിഷയം മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയുടെ ഭാഗമായിട്ട് അതൊരു വലിയ ചർച്ചയാക്കി മാറ്റുകയും പെട്ടെന്ന് തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ്, കമ്മ്യൂണിസ്റ്റ് മന്ത്രി, മതമില്ല, ജാതിയില്ല, ഇരട്ടച്ചങ്ക എന്നൊക്കെ പറയുന്നവർ ഭരിക്കുന്ന ഭരണകൂടം പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്നു. അടുത്ത വർഷം കൊണ്ട് നോൺ വെജ് കൊടുക്കും. നമുക്ക് പ്രായോഗികമായി ചിന്തിച്ചാൽ മനസ്സിലാക്കുന്നതാണ് അത് അത്ര ഒരു സക്സസ് ആയ കാര്യമല്ല. അവിടെ വരുന്നത് നോൺ വെജ് കഴിക്കാനോ അല്ല അതിനും വേണ്ടിയൊന്നുമല്ല. ഈ കലകൾക്കിടയിലുള്ള സമയത്തിൽ കൃത്യമായി ഭക്ഷണം കിട്ടുക, തളർച്ച ഉണ്ടാവാതിരിക്കുക, വിശപ്പ് ഉണ്ടാവാതിരിക്കുക, അതാണ് അവിടുത്തെ പ്രധാന പ്രശ്നം. പക്ഷെ ചിലരുടെ പ്രശ്നം അതായിരുന്നില്ല, മതമാണ് അവരുടെ പ്രശ്നം. അവർക്ക് മറ്റൊരു മതസ്ഥൻ പറഞ്ഞാൽ കാഫിർ ഉണ്ടാക്കുന്ന ഭക്ഷണം അടുത്ത തവണ ഉണ്ടാവാൻ പാടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നു, അറബി ഭാഷയെ നമ്മൾ അവഹേളിക്കുവാൻ പാടില്ല. ഇന്ത്യയിലെ ഏതെങ്കിലും ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണോ അറബി ഭാഷ? ഒരിക്കലുമല്ല. ഇവിടുത്തെ നമ്മുടെ മുഖ്യമന്ത്രി പോലും ഒരു അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ ഉപയോഗിച്ചിട്ടല്ലേ കേന്ദ്ര ഗവൺമെന്റുമായി ഒരു സംഭാഷണമെങ്കിലും നടക്കുന്നത്? അല്ലെങ്കിൽ അവിടുന്ന് ഒരു ആള് വിളിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അത് ആർക്കാണ് ആ ഫോൺ കൈമാറുന്നത്? അവിടുന്ന് പറഞ്ഞു മനസ്സിലാക്കി, ആ മലയാളത്തിൽ കേട്ട് മനസ്സിലാക്കിയതിനു ശേഷമല്ലേ ഈ റിയാസ് ഉൾപ്പെടെയുള്ളവർ സംസാരിക്കാറ്? അപ്പോൾ നമുക്കിവിടെ ഒരു ഭരണകർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും വലുത് ഈ ഭാരതത്തിൽ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, പൊതുമരാമത്ത് മുഖ്യമന്ത്രിക്ക് ആ മന്ത്രിയുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ കൃത്യമായി കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ പെടുത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടത്? ഹിന്ദി എന്നൊരു ഭാഷയാണ് വേണ്ടത്. ആ ഭാഷയല്ല അവർക്ക് പ്രാധാന്യം കൊടുക്കുക. അവർക്ക് പ്രശ്നം അറബിയായിരുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ കരുതുന്നത് ഏതാനും കുറച്ച് 10-30 നേതാക്കൾ തീഹാർ ജയിലിലെത്തി അവർ 2ാം നിര നേതാക്കളെയും 3ാം നിര നേതാക്കളെയൊക്കെ അകത്ത് കൊണ്ടുപോയി അവരുടെ പണത്തിന്റെ സോഴ്സ് കടഞ്ഞു. എന്നാൽ തന്നെയും അവരുടെ ഇതൊന്നുമല്ല യഥാർത്ഥ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ. അത് അണികളാണ്, സാധാരണ പ്രവർത്തകരാണ്. അത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ വോട്ട് ബാങ്ക് ഒന്നുകൂടെ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഒന്നുകൂടെ സമസ്തമാർക്കും ലീഗുമാർക്കും എല്ലാം അവർക്ക് ഉറപ്പിച്ച് പറയാനുള്ള, ഇപ്പോൾ ഇവിടുത്തെ ഭരണകൂടം ഇത്തരത്തിൽ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അവസാന വാക്ക് ഗവർണർക്ക് അയക്കുന്നതിന് പകരം സമസ്തയുടെ ഓഫീസിലോട്ട് അല്ലെങ്കിൽ പാണക്കാട്ടേക്കായിട്ട് ഒരു കോപ്പി അയച്ച് അവിടുന്ന് സാങ്ഷൻ മേടിച്ചിട്ട് തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം എത്തി നിൽക്കുന്നു. ഇത് അത്യന്തം അപകടകരമാണ്. നിങ്ങൾ കൊടുത്ത ഹെഡിങ് പോലെ തന്നെ ഇത് ആദ്യത്തെ കാശ്മീരി പണ്ഡിറ്റ് തന്നെയാണ് ശ്രീ പഴയിടം മോഹനൻ നമ്പൂതിരി. യെസ്, വളരെ വ്യക്തമായി തന്നെ അങ്ങ് അത് അവതരിപ്പിച്ചു. ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ശ്രീ ജോയ് ചിറ്റിലപ്പള്ളിയിലേക്ക് പോകുന്നത്. ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി, പീറ്റർ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം, കഴിഞ്ഞ വർഷം റിലീസായ വിവേക് അഗ്നിഹോത്രി സംവിധാനം ചെയ്ത കാശ്മീർ ഫയൽസ്, അതിൽ കാശ്മീരി പണ്ഡിറ്റുകളുടെ ഒരു ദുരവസ്ഥ, അവർ നേരിടേണ്ടി വന്ന ഒരു പ്രതിസന്ധികൾ വളരെ മനോഹരമായി തന്നെ അത് ചിത്രീകരിച്ചു. എന്നാൽ ആ ചിത്രം കണ്ടവർ പലരും മനസ്സിൽ കരുതുന്നുണ്ടാവാം, അതങ്ങ് കാശ്മീരല്ലേ, ഈ കേരളത്തിൽ എന്ത് നടക്കാൻ? സിറിയയിൽ നടക്കുന്ന കാര്യങ്ങൾ, നൈജീരിയയിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് പലരും മനസ്സിൽ ചിന്തിക്കും, ഈ മതേതര ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറയുന്നവർ മനസ്സിൽ ചിന്തിക്കും, അതങ്ങ് നൈജീരിയയിലല്ലേ, അങ്ങ് സിറിയയിലല്ലേ, അങ്ങ് അഫ്ഗാനിലല്ലേ, കേരളത്തിൽ എന്ത് സംഭവിക്കാൻ? ഈ കോഴിക്കോട് കലോത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന ആ ഒരു സംഭവം, പഴയിടം മോഹനൻ നമ്പൂതിരിക്ക് വളരെ വേദനയോടുകൂടി തന്നെ അദ്ദേഹത്തിന് പടിയിറങ്ങേണ്ടി വന്നു. ഈ വിവാദമുണ്ടായ ആ ദിനങ്ങളിലൊക്കെ ശ്രീ കെവിൻ സൂചിപ്പിച്ചതുപോലെ വളരെ ഭയത്തോടു കൂടി തന്നെ രാത്രിയൊന്നും ഉറങ്ങാതെ തന്റെ കലോത്സവ ഊട്ടുപുരയ്ക്ക് കാവൽ നിൽക്കേണ്ടി വന്ന ഒരു ദുരവസ്ഥ, ഒരു ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ പടിയിറങ്ങേണ്ടി വന്ന ഈ പഴയിടം മോഹനൻ നമ്പൂതിരിയല്ലേ കേരളത്തിലെ ആദ്യത്തെ കാശ്മീരി പണ്ഡിറ്റ്? ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി. ഞാൻ എന്തായാലും ഈ നമ്മുടെ ഒരു മലയാളി എന്ന നിലയിൽ ഈ സംഭവത്തിൽ ശക്തമായിട്ട് ഞാൻ അപലപിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ പഴയിടം മോഹനൻ നമ്പൂതിരി തന്നെ
അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഞാൻ ഈ പരിപാടിക്കില്ല, എനിക്കിനി ഭയമാണ് എന്ന് പറഞ്ഞു. അപ്പോ അതിൽ നിന്നും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് ആ ഉത്തരം അദ്ദേഹത്തിന് ആദ്യമേ തന്നെ മനസ്സിലായിട്ടുണ്ട്. അതൊന്ന് ഇതാണ്, ഇനി ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ഇത്തരം ഒരു പരിപാടിയിലേക്ക് ഞാൻ വന്നാൽ എന്നെ ഏതെങ്കിലും തരത്തിൽ എന്റെ പേര് അല്ലെങ്കിൽ എന്റെ സമുദായത്തെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാക്കി അത് അപകടത്തിലാക്കാനുള്ള സാധ്യതയുണ്ട്, അതിന്റെ പിന്നിൽ കുറെ ഹിഡൻ അജണ്ടകൾ ഉണ്ട് എന്ന് പഴയുടെ മോഹനൻ നമ്പൂതിരിക്ക് നമ്മളെക്കാൾ മുമ്പ് തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പിന്മാറ്റം നടത്തിയത്. എനിക്ക് മുമ്പ് ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട അച്ഛൻ, അതുപോലെ തന്നെ കാസിയുടെ പ്രസിഡന്റ്, ഇവരൊക്കെ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതൊരു ഇരയെ സൃഷ്ടിക്കുക മാത്രമാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ആ ഇരയെ സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റു പല വ്യക്തികളുടെയും ഹിഡൻ അജണ്ടകൾ നടപ്പാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഫുഡ് മാത്രമല്ല, മറ്റ് പല വ്യവസായങ്ങളിലും ചില പ്രത്യേക വിഭാഗങ്ങളുടെ അധിനിവേശം കടന്നുകയറ്റം നമ്മുടെ കേരളത്തിൽ സമൂലമായി സംഭവിച്ചു കഴിഞ്ഞു. അതിലൊന്ന് മത്സ്യബന്ധന മേഖലയാണ്, അതിന്റെ മത്സ്യ വിപണനം. രണ്ട്, നമ്മള് കേരളത്തില് അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുമ്പോൾ നമ്മളെ ഭക്ഷണം കഴിക്കാൻ കയറുന്ന ഹോട്ടലുകളാണ്. മൂന്നാമത്തത് നമ്മുടെ ബേക്കറികളാണ്. ഈ വ്യവസായങ്ങളിലെല്ലാം ആരാണ് മുമ്പ് ഉണ്ടായിരുന്നതെന്നും ഇപ്പോൾ ആരാണ് ഉള്ളതെന്നും നമുക്ക് കേരളത്തിൽ സഞ്ചരിക്കുന്ന ഏതൊരു മനുഷ്യരും മനസ്സിലാവും. അപ്പോ ഒരു പ്രത്യേക മേഖല സമുദായത്തിലുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു കയറി, ഞാൻ പല മുമ്പുള്ള ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നതിന് ഏറ്റവും സാധിക്കുന്ന മേഖലകളാണ് ഇത്തരം സാമ്പത്തികമായിട്ട് ഏൺ ചെയ്യപ്പെടാവുന്ന മേഖലകൾ. പ്രത്യേകിച്ച് ഫുഡ് ഹോട്ടലുകള്, ബേക്കറികള്, മത്സ്യബന്ധനം, അതുപോലെ തന്നെ മാംസ കച്ചവടം. നമ്മുടെ കേരളത്തിലെ ധാരാളം ഡെയിലി അനുദിന ഒരു കുടുംബത്തിന് അനുദിന സാമ്പത്തിക മേഖലയിൽ ഫണ്ട് പോകുന്ന, അതായത് കുടുംബത്തിലുള്ള ഫണ്ട് ചെലവാകുന്ന ഒരു മേഖലയാണ് ഇത്തരം മേഖല. ഇതിലൂടെ ഒരു സാമ്പത്തിക അസന്തുലിതാവസ്ഥ ഉണ്ടാക്കാനായിട്ട് ഇവർ ആദ്യം പരിശ്രമിച്ചു. അതിന് മറ്റൊരു വകഭേദം കൂടി തന്നെയാണ് ഇവരിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഹലാൽ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ്. ഹലാൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇവൻ ടൂത്ത് പേസ്റ്റ് പോലും ഉണ്ട്, പൗഡറിലുണ്ട്, സോപ്പിലുണ്ട്. ഈ ബ്രാൻഡ് ഇല്ലാതെ ഈ കേരളത്തിൽ ഒരു സാധനം കിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടെർമറിക് പൗഡറുകളും അതുപോലെ തന്നെ മസാല പാക്കറ്റുകളിലും എല്ലാം തന്നെ അതൊരു ബ്രാഹ്മിൻസ് ബ്രാൻഡ് കൂടിയാണ്. അതിനകത്ത് പോലും ഇന്ന് ഈ പറയുന്ന ഹലാൽ ഇല്ലാതെ കഴിച്ചേക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോ അവരെന്താണോ ചില വ്യക്തികൾ ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ട് തിരിച്ചെടുത്തിട്ടുള്ളത്, അത് നടപ്പിലാക്കുന്നതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ഇരയെ സൃഷ്ടിക്കൽ എന്നുള്ളത്. അപ്പൊ ഇരയെ സൃഷ്ടിക്കൽ നേരത്തെ നടന്നു കഴിഞ്ഞു, പല മേഖലകൾ അവർ കൈയടക്കി കഴിഞ്ഞു. ഇനി എന്താണ്? നമ്മളുടെ സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂൾ കലോത്സവമാണ്, ഏറ്റവും വലിയ ഒരു മേളയാണ്. ഈ മേളയിൽ എന്തുകൊണ്ട് മാംസം വിതരണം ചെയ്തുകൂടാ? വർഷങ്ങളായി എന്തുകൊണ്ട് ഒരേ ജാതിയിലുള്ളവർ ചെയ്യുന്നു എന്ന വിവാദം ഉണ്ടാക്കുമ്പോൾ അവരുടെ ഉദ്ദേശം എത്രയേ ഉള്ളൂ, ഈ മേളയിൽ കൂടി അവരുടേതായിട്ടുള്ള അധിനിവേശം എല്ലാ തലത്തിലും കടന്നു കയറുക അവരുടെ അധിനിവേശ മെന്റാലിറ്റി ഇവിടെയും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ഇപ്പോ പഴയുടെ മോഹനൻ നമ്പൂതിരി ഈ മേളയിൽ നിന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അടുത്ത കാറ്ററിംഗ് ആരെ ഏറ്റെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. ആകെ കിട്ടാൻ പോകുന്ന സാധ്യത ഈ പറയുന്ന ഹിഡൻ അജണ്ട നടപ്പാക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ്. അപ്പൊ എന്തിനു വേണ്ടി വിവാദം ഉണ്ടാക്കി? ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി, ഒരു കാര്യം കൂടി. ഇപ്പൊ പഴയുടെ മോഹനൻ നമ്പൂതിരി വളരെ വേദനയോടുകൂടി ഇതിൽ നിന്നും പിൻവാങ്ങി. ഇനി ഒരു വാദത്തിന് വേണ്ടി ഇനി കലോത്സവ വേദികളിൽ നോൺ വെജ് വിളമ്പാം എന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ആ വിളമ്പുന്ന നോൺ വെജ് ഭക്ഷണം, ഇപ്പോൾ നമ്മുടെ ഈ ചർച്ച തന്നെ അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ്, നമ്മുടെ ഒരു ആശങ്ക തന്നെ അതാണ്, അതിൽ മതപരമായ ഒരു എലമെന്റ് കടത്തില്ല എന്നൊരു ഉറപ്പ് അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം നമുക്ക് നമ്മുടെ മനസ്സിൽ ഇല്ല. അതായത് ഹലാൽ ഫുഡ് തന്നെയായിരിക്കും നോൺ വെജ് ആണെങ്കിൽ വിളമ്പാൻ സാധ്യത എന്നൊരു സംശയത്തിലാണ് ഈ മുസ്ലിം ഇതര മത വിഭാഗങ്ങളൊക്കെ. എന്തുകൊണ്ട് അത്തരം ഒരു ഇച്ഛാശക്തി, നേരത്തെ കെവിൻ പറഞ്ഞതുപോലെ ജാതി ഇല്ല മതമില്ല എന്നൊക്കെ ഘോരം പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നിലനിൽക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ട് അത്തരം ഒരു ഇച്ഛാശക്തി
ഇവർക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല. എല്ലാ മതവിഭാഗങ്ങൾക്കും സ്നേഹത്തോടെ ഒരുമയോടെ കഴിക്കാൻ പറ്റുന്ന, ഇനി നോൺ വെജ് ആയിക്കോട്ടെ വെജ് ആയിക്കോട്ടെ അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അതിന് ഹലാലിന്റെ എലമെന്റ്, മതപരമായ ഒരു എലമെന്റ് കൊണ്ടുവരില്ല എന്നൊരു തീരുമാനം ഇച്ഛാശക്തിയോടുകൂടി ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് എന്തുകൊണ്ട് എടുക്കാൻ സാധിക്കാതെ പോകുന്നു? ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി. കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയുന്നത് പേരിന് മാത്രമായിട്ടുള്ള സർക്കാരാണെന്ന്. നിരോധിത മേഖലയുടെ സബ്സിഡിയറി ആയിട്ടുള്ള പല പാർട്ടികളുമായി പല അധികാരം പങ്കുവയ്ക്കുന്ന പല പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുപോലെ തന്നെ കോൺഗ്രസ്, ഇപ്പോ കാശയുടെ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞ പോലെ ഒരു പദ്ധതി നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരാണെങ്കിൽ ലീഗിന്റെ വീട്ടിലേക്കും ലീഗിന്റെ ഓഫീസിലേക്കും, കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ നമ്മളുടെ സംസ്ഥയുടെയും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ മറ്റേ നമ്മുടെ പാർട്ടിയിലേക്ക് മുന്നേറെ ഒരു എന്താണ് ആ പാർട്ടിയിലേക്ക് ഈ പദ്ധതിയുടെ കോപ്പി ആദ്യം കൊടുത്ത സാങ്ഷൻ മേടിച്ചിട്ട് വേണം ക്യാബിനറ്റിൽ വെക്കാൻ എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോ പാർട്ടികൾ എന്ന് മതേതരം എന്ന് പറയുന്നത് വെറും കൊട്ടിഘോഷിക്കുന്ന കാര്യം മാത്രമാണ്. ഇന്ന് കേരളത്തിൽ ഭരിക്കുന്ന ഒരു പാർട്ടിയും ഒരു മതേതര സ്വഭാവവും തുടരുന്നില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. അത് വെറും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് തുല്യമാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, ആലപ്പുഴ ജില്ലയിൽ ഒരു ഏറ്റവും വലിയ ലഹരിവേട്ട നടന്നിരിക്കുന്നു. ആ ലഹരിവേട്ടയുടെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയുടെ ജാതി ഞാൻ പറയേണ്ടത് ആവശ്യമില്ല, ആ പാർട്ടി ഏതാണെന്ന് ഞാൻ പറയാൻ ആവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതെല്ലാം ഇവിടെ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുകയും ഇവരെ യഥേഷ്ടം വളർത്തുകയും അതുവഴി പാർട്ടി ഫണ്ട് നേടിയെടുക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ എല്ലാം പ്രോത്സാഹിപ്പിച്ചേ മതിയാവുകയും. അപ്പൊ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഈ ഇരയെ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ഒരു മോശപ്പെട്ട ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത്തരം ഒരു പാരമ്പര്യ ബോധമുള്ള അല്ലെങ്കിൽ പാരമ്പര്യമുള്ള പൈഡത്തെ പോലെയുള്ളവരെ ഇത്തരം വലിയൊരു വിവാദം ഉണ്ടാക്കി അപമാനിക്കേണ്ട ഒരു ആവശ്യം ഒരു സർക്കാർ, ഇച്ഛാശക്തിയുള്ള സർക്കാർ നടത്തേണ്ട ആവശ്യം. വളരെ ശക്തമായി പ്രതികരിക്കാം. വളരെ വ്യക്തമാണ്. ഫാദർ വി പി ജോസഫ്, നമുക്കറിയാം കല ഒരു കൂട്ടായ്മയുടെ ഒരു അനുഭവമാണ്. നമ്മുടെ കലോത്സവ വേദികളിലൊക്കെ മതസൗഹാർദ്ദത്തിന്റെ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ ഒക്കെ നിരവധി കാഴ്ചകൾ നമുക്ക് ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അങ്ങ് പങ്കെടുത്ത കലോത്സവങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ നമുക്കറിയാം കുരുന്നുകളൊക്കെ പങ്കെടുക്കുന്ന ഈ ഒരു വേദിയിൽ നമ്മുടെ വളർന്നു വരുന്ന ഒരു തലമുറയാണ്. അവരാണ് ഇത്തരം വാർത്തകളൊക്കെ കാണുന്നത്. ഈ ഭക്ഷണം വിളമ്പുന്നവന്റെ ജാതി ഡിസ്കസ് ചെയ്യപ്പെടുന്നു, മതം ഡിസ്കസ് ചെയ്യപ്പെടുന്നു. നമ്മുടെ ഒരു പഴയ കാലമുണ്ട് ഫാദർ വി പി ജോസഫ്. എല്ലാ മതവിഭാഗങ്ങളും ഒരുമയോടെ സൗഹാർദ്ദത്തോടെ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ കലോത്സവ വേദികളിൽ ഒരു കലയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കലകൾ ആസ്വദിച്ചിരുന്ന ഒരു കാലഘട്ടം. അത്തരം ഒരു കാലഘട്ടത്തിലേക്ക് ഒരു തിരിച്ചുപോക്കിനി സാധ്യമാണോ ഇത്തരം വിവാദങ്ങളുടെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ഫാദർ വി പി ജോസഫ്? അതായത് എനിക്ക് നമ്മുടെ മനസ്സിലുണ്ടായ ഒരു ദുഃഖമാണത്. അതായത് നമ്മളൊരു നല്ല കാലത്ത് ജീവിച്ചതിന്റെ സന്തോഷം മനസ്സിലുണ്ട്, സത്യമായിട്ടുണ്ട്. അതായത് നല്ല കാലത്ത് ജീവിച്ചു. ഇനിയുള്ള കാലം നമ്മുടെ ഈ ഇപ്പോഴത്തെ പറഞ്ഞു നമ്മുടെ എയർ പൊല്യൂഷനെ പറയും, അത് വാട്ടർ പൊല്യൂഷൻ, അതുപോലെ കമ്മ്യൂണിറ്റി പൊല്യൂഷൻ, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പൊ നമ്മൾ എയർ പൊല്യൂഷൻ, നമ്മളൊക്കെ ഞാൻ 60-ൽ ജനിച്ച ആളാണ്. 60 തൊട്ട് ഒരു 80 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന വെള്ളമല്ലല്ലോ ഇപ്പൊ ഉള്ള വെള്ളം. എല്ലാം കണ്ടാമിനേറ്റഡ് ആയി. വെള്ളം മാത്രമല്ല, പരിസ്ഥിതിയും അതുപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹവും. ഈ പൊതുസമൂഹം ഇതുപോലെ തന്നെ അണുബാധയേറ്റിരിക്കുകയാണ്, വിഭാഗീയതയുടെയും വർഗീയതയുടെയും. ഇതുപോലെ ഓരോ ഇഷ്യൂസിന് വീണ്ടും വീണ്ടും ഊതിക്കത്തിട്ട് ഒരു ഉത്തരവാദിത്തമില്ലാത്ത, നമ്മൾ ഒത്തിരി ഉത്തരവാദിത്തം പ്രതീക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ബോധപൂർവമായ ഉത്തരവാദിത്തരഹിതമായ ഒരു സേഫ്റ്റി മെഷേഴ്സ്, എല്ലാത്തിനും ഒരു സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടല്ലോ. അത് കറണ്ടിനും അതുപോലെ തന്നെ തീക്കും അടുക്കുമ്പോൾ മാത്രമല്ല, സാമൂഹ്യമായ വിഷയങ്ങൾക്ക് ഒരു സേഫ്റ്റി മെഷർ നമ്മളിവിടെ കരുതിയിരുന്നു പണ്ട് പോലെ. പക്ഷെ ഇപ്പൊ ആ സേഫ്റ്റി മെഷർ എടുത്ത് മാറ്റിയിട്ട് ഓരോരുത്തർ അവരവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി, അവരുടെ ചേരിയെ താളക്കൂട്ടാൻ വേണ്ടി പൊതുസമൂഹത്തിന്റെ സമാധാനത്തെ ബലികഴിക്കുന്ന ഒരു വളരെ മനുഷ്യത്വരഹിതമായ നടപടികളാണ് ഇപ്പൊ കണ്ടുവരുന്നത് മുഴുവനും. ഇത് ശരിക്കും ആർക്ക് പ്രതിരോധിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അത്രയും ഒരു ആശങ്കയുണ്ട് ഇതിനകത്ത്. ആർക്കാണ് ഇത് പ്രതിരോധിക്കാൻ പറ്റണത്? ഇതിനകത്ത് വേറെ ഒരു വിഷയമുള്ളത്,
ഇപ്പൊ ഈ ഇങ്ങനെയൊക്കെ വരുന്നതിന് വേറെ ഒരു വിഷയമുണ്ട്. ഇപ്പൊ പഴയിടം തന്നെ 16 കൊല്ലമായി ഈ മേഖലയിൽ സ്വാഭാവികമായിട്ട് പൊതുസമൂഹത്തിന്റെ പണവും ടാക്സുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴും അവിടെ തീർച്ചയായിട്ടും പഴയുടെ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കി പോകേണ്ട ആളല്ല. അങ്ങനെ തന്നെ ശരിക്കും ബഹുമാനിച്ച ആദരവോടെ പറഞ്ഞേക്കേണ്ട ആളായിരുന്നു തീർച്ചയായിട്ടും. പക്ഷെ അതേസമയം ഗവൺമെന്റ് ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. 16 കൊല്ലമായിട്ട് ഒരാളെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതിൻ്റെ സർക്കാരിന്റെ രീതി അനുസരിച്ച് അത് എന്തുമാത്രം ശരിയാണെന്ന് നമുക്കറിയത്തില്ല. അവിടെയാണ് അത് സർക്കാരിന് തന്നെ ഇയാളെ മാറണമെന്ന് തോന്നണത്. അതിനു വേണ്ടി വേറെ ആൾക്കാർ ഉപയോഗിക്കണം എന്ന് നമുക്കറിയത്തില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വരികൾക്കിടയിൽ വായിക്കുമ്പോഴൊക്കെ നമുക്ക് അല്ലെങ്കിൽ എടുത്തു ചാടി ഒപ്പം തന്നെ ഉടനെ തന്നെ ശിവൻകുട്ടി പറയേണ്ട കാര്യമുണ്ടോ? ക്യാബിനറ്റ് തീരുമാനമായിട്ടില്ല, മാധ്യമങ്ങൾ ചർച്ചയായിട്ടില്ല, പൊതുസമൂഹത്തിൽ ചർച്ചയായിട്ടില്ല. ചുമ്മാ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോ തന്നെ കാളെ പറ്റെന്ന് കണ്ടപ്പോ തന്നെ കയറി എടുത്തോണ്ട് ശിവൻകുട്ടി വരാൻ കാര്യം എന്താണ്? ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യത്തിനാണ് ഈ വർഷം തന്നെ തീരുമാനം. അതെ. ഹീസ് നോട്ട് ദ കോമ്പറ്റന്റ് പേഴ്സൺ ടു ഡിക്ലെയർ ദാറ്റ്. ആണോ? അങ്ങനെ ഒരു വകുപ്പിന്റെ മന്ത്രിയാണ്. ഹീസ് നോട്ട് ദ കോമ്പറ്റന്റ് പേഴ്സൺ ടു ഡിക്ലെയർ ദാറ്റ്. അത് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വരാൻ പോണ കാര്യത്തിൽ ഇദ്ദേഹം തന്നെയായിരിക്കുമോ വിദ്യാഭ്യാസ മന്ത്രി നമുക്കറിയത്തില്ല. അങ്ങനെ അറിയാവുന്ന അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള അഭിമുഖമുള്ള സമയത്ത് എന്തിനാ പൊതുസമൂഹത്തിന് വേണ്ടി പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം തിരക്ക് കൂട്ടി എടുത്തത്? അപ്പൊ അതിനകത്ത് എന്തൊക്കെ ഒരു സംതിങ് ഈസ് റോട്ടൺ സംവെയർ എൽസ്. ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ ഫാദർ VP ജോസഫ്, ഞാൻ പറഞ്ഞ ഈ കൂട്ടായ്മയുടെ ഒരു ഉപാധിയാണ് ഈ കല. അതിനെ ഈ ഭിന്നിപ്പിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് ഉപയോഗിക്കുന്നത്, അത് നഖശിഖാന്തം എതിർക്കപ്പെടേണ്ടതല്ലേ? അത് കുറെ കൂടി അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിന്റെ അവസാനത്തെ വരികളിൽ അത് കൃത്യമായി കേരള പൊതുസമൂഹം അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ പോലും കുറെ കൂടി ഒരു ആർജവത്തോടു കൂടി മാധ്യമങ്ങളും ഒക്കെ ഈ കലയെ ഭിന്നിപ്പിക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റുന്ന ചിലരുടെ ആ ഒരു ഗൂഢതന്ത്രത്തെ കുറെ കൂടി ആർജവത്തോടെ കുറെ കൂടി ഇച്ഛാശക്തിയോട് കൂടി തന്നെ എതിർക്കേണ്ടതായിരുന്നില്ലേ ഫാദർ VP ജോസഫ്? അത് ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഞാൻ മലപ്പുറത്ത് ചവിട്ടുനാടകം അവതരിപ്പിക്കുമ്പോ അപ്പോഴേ ചവിട്ടുനാടകം മത്സരമാക്കുന്നതിന് വേണ്ടി 17 കൊല്ലം ഞാൻ സെക്രട്ടറിയേറ്റ് ഇറങ്ങിയ ആളാണ്. അവസാനം അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് മാനുവൽ ഉണ്ടാക്കി DPA കൊണ്ട് അംഗീകരിപ്പിക്കുന്നവരെ ഞാനുണ്ട്. അതിനുശേഷം എനിക്ക് എന്നോട് പറഞ്ഞിരുന്നത്, ഇവരെല്ലാം ചവിട്ടുനാടകത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇത് കാണാൻ ആളുണ്ടാകത്തില്ല, ഭാഷ മനസ്സിലാകത്തില്ല, അതിന്റെ ചരിത്രം മനസ്സിലാകത്തില്ല, നോബഡി വിൽ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് ആണ് ഇവർ തള്ളിക്കൊണ്ടിരുന്നത്. പക്ഷേ മലപ്പുറം എന്ന് പറയുന്ന ഒരു ഭൂരിപക്ഷ സമുദായത്തിന് മേൽക്കൈയുള്ള ജില്ലയില് ഞാൻ ഈ ചവിട്ടുനാടകം കൊണ്ട് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോഴേ ഒരു അപ്ലോസ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഓഡിയൻസ് കിട്ടിയത് എന്നാ ചവിട്ടുനാട്. ഞാൻ പറഞ്ഞ കലയിൽ ജാതിയില്ലെന്ന് പറയാൻ പോയിരുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ കണ്ടൊരു കാഴ്ചയാണത്. അതായത് വളരെ ഒരു ചെറിയൊരു സ്റ്റേജാണ് ഞങ്ങൾക്ക് കിട്ടിയത് ആദ്യമായിട്ട് അത് അവതരിപ്പിക്കാൻ വേണ്ടി. പക്ഷെ മെയിൻ സ്റ്റേജ് അല്ല അവതരിപ്പിച്ചത്. എന്നിട്ട് പോലും എല്ലാ സ്റ്റേജിലുള്ള എല്ലാവരും അവിടെ വന്നു. ദാറ്റ് മീൻസ് ആൾക്കാര് ജാതിക്കും മതത്തിനും അപ്പുറത്ത് കലയെ കലയായിട്ട് കാണുന്നു, കലയായിട്ട് ആസ്വദിക്കുന്ന ഒരു പൊതുസമൂഹമാണ് ഇപ്പോഴിതുപോലെ ബ്രാൻഡഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായ താല്പര്യത്തിന്റെ പേരിലാണെന്ന് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, വളരെ വ്യക്തമാണ്. ഞാൻ ശ്രീ കെവിൻ പീറ്ററിലേക്ക് പോവുകയാണ്. ഞാൻ കെവിൻ പീറ്ററിനോടുള്ള പ്രധാന ഒരു ചോദ്യത്തിന് മുമ്പ് ഒരു ഉപചോദ്യം. ഫാദർ VP ജോസഫ് പറഞ്ഞൊരു കാര്യം, അതിലൊരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ചവിട്ടുനാടകം അത് യുവജനോത്സവത്തിൽ ഉൾപ്പെടുത്താൻ 17 കൊല്ലം അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ കയറിയിറങ്ങേണ്ടി വന്നു. നമുക്കറിയാം, ഈ ഒരു ഖുറാൻ പാരായണം യുവജനോത്സവത്തിൽ ഉൾപ്പെടുത്താൻ ഏതെങ്കിലും ഉസ്താദുമാർക്ക് 17 ദിവസമെങ്കിലും കയറിയിറങ്ങി വന്നതായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ ശ്രീ കെവിൻ പീറ്റർ? ഒരിക്കലുമില്ല. ഇവിടെ കല അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രം ഉള്ളതാണ് എന്നുള്ളതാണ്. അവർ മാത്രമാണ് ഇതിൽ ഇപ്പൊ എന്തിലും ഏതിലും മതം കലർത്തുന്നത്. ഇപ്പോൾ ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി പറഞ്ഞ ഒരു കാര്യം, ആലപ്പുഴയിൽ ഒരാൾ ഒരു കേസിൽ പെട്ടിരിക്കുന്നു, മയക്കുമരുന്ന് കൊണ്ടുവന്ന കേസിൽ. ഉടനെ അദ്ദേഹം അതിൽ മതത്തെ എടുത്തിടുകയാണ്. ഞാൻ വിശ്വാസിയാണ്, ഞാൻ 5 നേരം നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ അങ്ങനെ ചെയ്യില്ല. ഉടനെ അതിലേക്ക് മതം കലർത്തുകയാണ്. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ജോസഫ് അച്ഛൻ ഇത്രയും വർഷങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ചവിട്ടുനാടകം എന്തെന്നറിയാത്ത ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്.
ഈ അച്ഛൻ കയറി ഇറങ്ങിയ ഓഫീസുകളിലുള്ളവരും അത് അത് അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തവരും നിർണയിച്ചവരുമെല്ലാം ചവിട്ടുനാടത്തെക്കുറിച്ച് അറിയാത്തവരല്ല. ആ ഒരു കല അന്യം നിന്ന് പോകരുത്, അതിവിടെ വേണം, നമ്മുടെ വരും തലമുറകൾ അത് പഠിക്കണം, അത് മത്സരിക്കണം, അത് എന്നും ഇവിടെ നിലനിൽക്കണം എന്ന് ആഗ്രഹമുണ്ടായെങ്കിൽ യഥാർത്ഥ കലാകാരന്മാരായിരുന്നെങ്കിൽ അച്ഛന് ഒരിക്കലും ഇത്രയധികം കാലം കയറി ഇറങ്ങേണ്ടി വരുമായിരുന്നില്ല. മറിച്ച് ഇപ്പോൾ കണ്ടു നോക്കൂ, ഇപ്പോൾ ഒരു അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കാള പെറ്റുന്നു കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്ന രീതിയിൽ എവിടെയോ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന കലോത്സവത്തിന് ഇപ്പോഴേ തീരുമാനമെടുത്തിരിക്കുന്നു. ഇവിടെ എന്നാൽ ഇത് നടന്നത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവമാണ്. ഇതിന് മുന്നോടിയായിട്ടുള്ള സ്കൂൾ തലങ്ങളിൽ നടക്കുന്ന റവന്യൂ ജില്ലാ തലത്തിൽ അങ്ങനെയൊക്കെ കലോത്സവം നടന്നപ്പോൾ മറ്റൊരു പരാതി രണ്ട് മതവിഭാഗത്തിന്റെ ഇടയിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. ഇവിടെ ഖുർആൻ പാരായണ മത്സരം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മതേതര രാഷ്ട്രത്തിൽ ഒരു മതത്തിന്റെ മാത്രം വേദഗ്രന്ഥം പാരായണം ചെയ്യുക എന്നുള്ളത് എന്തിന്റെ മാനദണ്ഡത്തിലാണ്? ഇനി അത് അറബി കലോത്സവത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ പോലും എവിടെയാണ് ബൈബിൾ കലോത്സവം ഉള്ളത്? എവിടെയാണ് ഗീത പാരായണം ഉള്ളത്? എവിടെയാണ് ബൈബിൾ പാരായണം ഉള്ളത്? എല്ലാ മതസ്ഥരായിട്ടുള്ള കുട്ടികളും അവർ പഠിക്കുന്നു, അവർ ഒന്നിച്ചിരുന്ന് പഠിക്കുകയാണ്. അവിടെ ജാതിയില്ല, മതമില്ല. പക്ഷെ അവർക്ക് ഒരു ഹിന്ദുവായ കുട്ടിക്കോ ഒരു ക്രിസ്ത്യാനിയായ കുട്ടിക്കോ ഈ അറബി കലോത്സവത്തിൽ ഈ അറബി പാരായണത്തിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് പഠിക്കണം, അവരുടെ മതഗ്രന്ഥമായ ഖുർആൻ പഠിക്കണം, അറബി പഠിക്കണം, ഖുർആൻ പാരായണം ചെയ്യണം. അപ്പോൾ ഈ അറബി കലോത്സവത്തിൽ ഖുർആൻ എന്ന ഒരു മതഗ്രന്ഥം അല്ലാതെ വേറെ ഒരു അറബി ഗ്രന്ഥമില്ലേ? അല്ലെങ്കിൽ വേറെ അറബിയിൽ എഴുതിയ വേറെ ചരിത്ര ബുക്കുകളോ അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങളോ ഗ്രന്ഥങ്ങളോ ഒന്നുമില്ലേ? അറബിയല്ലേ, ഭാഷാ കലോത്സവമല്ലേ, അല്ലാതെ അത് മുസ്ലിം കലോത്സവം അല്ലല്ലോ അറബി കലോത്സവം, അതൊരു ഭാഷയല്ലേ. എങ്കിൽ ആ ഭാഷയിലുള്ള വേറെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം പാരായണം നടത്തിയാൽ പോരെ? അവിടെ ഖുർആൻ എന്താണ് പാരായണം നടത്തണം എന്നുള്ളതിന് ഇത്ര നിർബന്ധം? അപ്പോൾ ആ ഒരു ഹിന്ദുവായോ അല്ലെങ്കിൽ ഹിന്ദു കുട്ടിയോ ക്രിസ്ത്യൻ കുട്ടിയോ ഇതിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മതഗ്രന്ഥം വായിച്ചു പഠിക്കണം. അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിലുള്ളത്? അപ്പോൾ ഈ ഒരു ആശങ്ക, ഈ ഒരു പ്രതിഷേധം, ഈ ഒരു ആക്ഷേപം സ്കൂൾ തലത്തിൽ മുതൽ മത്സരം തുടങ്ങിയപ്പോൾ തന്നെ ഉയർന്നു കേട്ടിരുന്നു പല ഭാഗങ്ങളിൽ നിന്ന്. ഞാൻ വൈദികർ വരെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഹിന്ദു മത നേതാക്കൾ, സംഘടനാ നേതാക്കൾ എല്ലാവരും പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഈ വിഷയത്തിൽ എവിടെയെങ്കിലും ഒരു ചർച്ചയോ ഒരു തീരുമാനമോ ഉണ്ടായോ? ഒരിക്കലും ഉണ്ടായില്ല. അത് ഇവിടെ കല എന്ന് പറയുന്നതും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും ഒരു കൂട്ടത്തിൽ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അച്ഛനെ 25 വർഷം കയറി ഇറങ്ങേണ്ടി വന്നത്. എന്തായാലും അച്ഛന്റെ ആ പോരാട്ടമാണ് ഇന്ന് ആ കല നമ്മുടെ യുവജനോത്സവത്തിൽ അതിന് അച്ഛൻ പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം ശ്രീ കെവിൻ പീറ്റർ, ഈ വലിയ തോതിൽ ഈ ജാതിക്കെതിരെ, മതത്തിനെതിരെ അല്ലെങ്കിൽ അത്തരം വേർതിരിവുകൾക്കെതിരെയൊക്കെ പ്രസംഗിക്കുന്ന മാധ്യമ പ്രവർത്തകർ അങ്ങ് ഈ സൂചിപ്പിച്ച ഈ കലോത്സവ വേദികളിൽ, ഒരു മതേതര രാജ്യത്തെ കലോത്സവ വേദികളിലെ ഈ ഖുർആൻ പാരായണത്തിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടതായി നമുക്ക് അറിവില്ല. അക്കാര്യത്തിൽ അവർ നിശബ്ദത, ചില കാര്യങ്ങളിൽ വലിയ വായിൽ പ്രസംഗിക്കുന്നു. അതെ, തീർച്ചയായും നമ്മുടെ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് വളരെ സെലക്റ്റീവാണ്. കാര്യം അവരെ നിയന്ത്രിക്കുന്നത്, മുൻപ് നേരിട്ട് നിയന്ത്രിച്ചിരിക്കുന്ന, പരസ്യങ്ങളിലൂടെ നിയന്ത്രിക്കുന്നത് ഒരു വിഭാഗം ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ ശ്രമിക്കുന്നു. ഏതൊക്കെ ഭാഗങ്ങളിൽ ഈ സോഷ്യൽ മീഡിയകളിൽ തന്നെ അല്ലാതെ പുറത്ത് ഒക്കെ തന്നെയും ഇതിനെതിരെ ഒരു ആശങ്കകളുണ്ടായി, അഭിപ്രായമുണ്ടായി, പ്രതിഷേധമുണ്ടായി. എന്നിട്ട് പോലും അതിനെക്കുറിച്ച് അതെവിടെയും ചർച്ചയായില്ല. പക്ഷെ പഴയിടം ഒരു ബ്രാഹ്മണ മേധാവിത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്നാണ് അതൊരു ചർച്ചയായത്. വളരെ പെട്ടെന്നാണ് ഒരു മന്ത്രിയുടെ പ്രസ്താവനയിൽ തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷെ അതൊന്നും ആരും കണ്ടില്ല. ഇവിടെ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളതായി മാറിയിരിക്കുന്നു നമ്മുടെ ഭരണകൂടം. ഓക്കെ, അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതായിരുന്നു. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം പല ഘട്ടത്തിലും പ്രതിരോധത്തിലാകുമ്പോൾ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ രക്ഷിച്ചെടുക്കാൻ പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു ഭാഷ ഞാൻ കടമെടുക്കുകയാണ്. ചില അവതാരങ്ങൾ അവതരിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലും ഒക്കെ. അതിൽ സമുദായ നേതൃത്വത്തിലുള്ളവരുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്, സിനിമാ നടന്മാരുണ്ട്, മറ്റ് മേഖലയിലുള്ളവരുണ്ട്. ഇവരുടെ ഒരു പോയ്മുഖം സമൂഹം തിരിച്ചറിയേണ്ടതല്ലേ? ആ ഒരു കാലഘട്ടം അതിക്രമിച്ചില്ലേ ശ്രീ കെവിൻ പീറ്റർ? തീർച്ചയായിട്ടും അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അറിഞ്ഞിട്ടും അറിയുന്നില്ല എന്ന് ഭാവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, കപട മതേതരത്തിന്റെ മുഖംമൂടി അണിഞ്ഞ ഒരു കൂട്ടം ആൾക്കാർ അത് കണ്ടില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് നടിക്കുകയാണ്. പക്ഷെ എല്ലാവർക്കും എല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ആകുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഇത്തരം ഈ മുഖ്യമന്ത്രി സൂചിപ്പിച്ച, ശ്രീ ജോർജ് പരാമർശിച്ച
ഈ അവതാരങ്ങൾ രംഗപ്രവേശനം ചെയ്യാറുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരു വലിയൊരു അവതാരത്തിനെ നമ്മുടെ സമുദായത്തിൽ നിന്ന് തന്നെ ശ്രീ കുർലോസ് എന്ന് പറയുന്ന തിരുമേനിയെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രം ഒന്ന് എടുത്തു നോക്കിക്കോളൂ. കഴിഞ്ഞ ഒരു 5 വർഷം പുറകിലേക്കുള്ള ചരിത്രം ഒന്ന് എടുത്തു നോക്കിക്കോളൂ. എപ്പോഴൊക്കെ കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം പ്രതിരോധത്തിലായിട്ടുണ്ടോ അപ്പോഴൊക്കെ കുർലോസ് തിരുമേനി രംഗത്തെത്തും. ഹലാൽ വിവാദം ഉണ്ടായപ്പോൾ ഹലാലിൽ മതമില്ല, അത് എല്ലാവർക്കും കഴിക്കാൻ കൊള്ളാമെന്നാണെന്ന് പറഞ്ഞ് കുർലോസ് തിരുമേനി രംഗത്തെത്തി. അതുപോലെ തന്നെ ലവ് ജിഹാദ് എന്ന വിഷയം വന്നപ്പോൾ ലവ് ജിഹാദ് ഇല്ല, അത് സംഘപരിവാറിന്റെ കെട്ടുകഥയാണെന്ന് പറഞ്ഞുകൊണ്ട് കുർലോസ് തിരുമേനി രംഗത്തെത്തി. അതുപോലെ തന്നെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളിൽ പോസ്റ്റ് കിടപ്പുണ്ട്. പാലാ ബിഷപ്പ് നാർക്കോട്ടിക്കിനെതിരെ ഒരു മഹാവിപത്തിനെ എല്ലാ മതസ്ഥർക്കും എല്ലാ മതസ്ഥരെയും ബാധിക്കുന്ന നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനുമൊക്കെ അപകടകരമായി മാറിക്കൊണ്ടിരിക്കുന്ന നാർക്കോട്ടിക്കിനെതിരെ പരാമർശിച്ചപ്പോൾ അതിനെതിരെ ഇദ്ദേഹം രംഗത്ത് വന്നിരുന്നു. അതുപോലെ തന്നെ 80-20 അനുവാദത്തിൽ ഇവിടെ ക്രിസ്ത്യാനികൾക്ക് സംവരണത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുർലോസ് തിരുമേനി രംഗത്തെത്തിയിരുന്നു. ഇതുപോലെ പല തിരുമേനിമാർ എല്ലാ സമുദായങ്ങളിലും എല്ലാ വിഭാഗങ്ങളിലും കലാ സാംസ്കാരിക രംഗങ്ങളിൽ മതവിഭാഗങ്ങളിൽ ഒക്കെ തന്നെ ഈ കുർലോസിനെ തിരുമേനിയെ പോലുള്ളവർ ഉണ്ട്. അവരാണ് ഈ പറഞ്ഞ ആളുകൾ, ഇവരുടെ രക്ഷയ്ക്കെത്തുന്ന ആൾക്കാർ. പെട്ടെന്ന് തന്നെയാണ് ഒരു കാരണവുമില്ലാതെ ഇവിടെ പൊതുസമൂഹത്തിന്റെ കണ്ണിൽ അല്ലെ മറ്റു മതസ്ഥരുടെ കണ്ണിൽ കുർലോസ് തിരുമേനി എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഒരു പുരോഹിതനാണ്, ഒരു മതമേധാവിയാണ്. അദ്ദേഹത്തെ അങ്ങനെയാണ് കാണുന്നത്. അല്ലാതെ ഓർത്തഡോക്സ് എന്നോ യാക്കോബയെന്നോ കത്തോലിക്കരെന്നോ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് എന്നോ രീതിയിലല്ല കാണുന്നത്. അദ്ദേഹത്തെ ക്രിസ്ത്യാനിയായിട്ടാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെയാണ് ഒരു ആവശ്യവും ഇല്ലാതെ അതിലേക്ക് ചെന്ന് കയറുകയും അതിനെ ഒരു സാധാരണ ഒരു എന്താ പറയാ ഇസ്ലാമിക സംഘടനകളുടെ കോളാമ്പി പോലെ ആണ് കുർലോസ് തിരുമേനി പ്രവർത്തിക്കുന്നത് കണ്ടത്. അദ്ദേഹം അത് പറയുന്നത് അച്ചാറിനെ കുറിച്ചും പപ്പടത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇദ്ദേഹത്തിന് ഒരു സാമാന്യ ബോധം പോലും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മോശം പരാമർശത്തിലൂടെ മനസ്സിലാകുന്നത്. അദ്ദേഹത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ വേണം. നമ്മുടെ മത പുരോഹിതന്മാർക്ക് മതമേലധ്യക്ഷന്മാർക്കൊക്കെ ആകാം, അത് ആയിക്കൂടുന്നില്ല, പക്ഷെ നല്ലത് തന്നെയാണ്. പക്ഷെ അനാവശ്യ കൂട്ടുകൾ അവിശുദ്ധ ബന്ധങ്ങളാണ് ഇവരെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് മെഗാഫോണുകളാക്കി ഇതിന്റെ മൈക്രോഫോൺ വേറെ ആളുകളുടെ കയ്യിൽ നിന്നാണ് ശബ്ദം പുറപ്പെടുത്തേക്ക് വരുന്ന കോളാമ്പി മാത്രമാണ് ഇതുപോലുള്ള കുർലോസ് തിരുമേനിമാർ. അവരെയും നമ്മുടെ ഇത് കണ്ടെത്തുക തന്നെ വേണം. നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ അത്തരം ആൾക്കാരെ പുറത്ത് കൊണ്ടുവരിക തന്നെ വേണം. അവരുടെ മുഖംമൂടിക്കുള്ളിലെ യഥാർത്ഥ മുഖം എന്താണെന്ന് പുറത്ത് കൊണ്ടുവരിക തന്നെ വേണം. ഓക്കെ, വളരെ വ്യക്തമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ജിഹുകളായി പ്രവർത്തിക്കുന്ന കപട മതേതരത്തിന്റെ മുഖമൂടികൾ അണിഞ്ഞ പല പൊയ്മുഖങ്ങളെയും അവരുടെ പൊയ്മുഖത്തെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യണം. ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി, നാം പല കാര്യങ്ങളും ചർച്ച ചെയ്തു. ഇസ്ലാമിക ഒരു അധിനിവേശം കേരളത്തിന്റെ സമസ്ത മേഖലകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇതാ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കുരുന്നുകളുടെ കലോത്സവ വേദിയിൽ പോലും അത്തരത്തിലുള്ള അലയൊലികൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മൊത്തത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു നിശബ്ദമായിട്ടുള്ള ഇസ്ലാമിക വൽക്കരണം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി? ഞാനത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഞാൻ പറഞ്ഞ സാമ്പത്തിക ബിസിനസ് മേഖലയിൽ കണ്ടിട്ടുള്ളത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, പകൽമാനിയായിട്ടുള്ള കുറെ വ്യക്തികൾ എന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ ഒരു ബൈബിളിൽ പറയുന്ന പോലെ ഈ മുഖംമൂടി അണിഞ്ഞ ചെന്നായ്ക്കളുടെ മുഖം എന്താണ് ആട്ടിൻകുട്ടിയുടെ വേഷം അണിഞ്ഞ ചെന്നായ്ക്കൾ എന്ന് പറഞ്ഞ പോലെ ഒരു മാന്യമായ സംസ്കാരമുള്ളവർ അല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തിന് ചെയ്യുന്നവർ എന്നൊക്കെയുള്ള ഒരു പരിവേഷവുമായിട്ടാണ് ഇവർ സ്കൂളുകൾ നടത്തുന്നതും ഇവർ ഹോട്ടലുകൾ തുടങ്ങുന്നതും ഇവർ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങുന്നതും എല്ലാം ഈ ഒരു പരിവേഷം സൃഷ്ടിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് സാധാരണ നിഷ്കളങ്കരായിട്ടുള്ള നമ്മളുടെ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക്, മലയാളികൾക്ക് ഇത് തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. നമ്മള് കുറെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള നിങ്ങളെ പോലുള്ളവര്, ഇതിന്റെ പൊള്ളത്തരങ്ങൾ അറിയുന്ന നമ്മളെ പോലുള്ളവരും ഒക്കെ ഇത് സമൂഹ മാധ്യമങ്ങളിൽ അല്ലെ സമൂഹത്തിലേക്ക് വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ ഇത് പലർക്കും ഇന്നും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്തതിന്റെ കാരണം ഇവർ അണിയുന്ന ഈ എന്താ പറയുന്ന ഈ ഒരു കള്ള മുഖംമൂടിയുടെ പരിവേഷമാണ്. ഈ പരിവേഷം തന്നെയാണ് അവരെല്ലാവർക്കും അവരുടെ സ്ട്രാറ്റജി തന്നെ അത് തന്നെയാണ്. നമുക്കറിയാം, ബോംബെയിലെ താജ് ഹോട്ടലിൽ ഉണ്ടായ ആ ആക്രമണത്തിൽ നുഴഞ്ഞു കയറിയ ആ ഭീകരർക്ക് ഒരു കള്ളലക്ഷണം പോലും, അതായത് അവർ ഭീകരരാണ് എന്ന് പോലും ഒരു തരത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള വളരെ നല്ല വേഷവിധാനത്തോടു കൂടിയും നല്ല ഹൈ സ്റ്റാൻഡേർഡ് കൂടിയും ബിഹേവ് ചെയ്തു എന്നുള്ളതാണ് അവർക്ക് പോലും അത് മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് പറയുന്നത്.
ഇത് തന്നെയാണ് അവരുടെ സ്ട്രാറ്റജി. സമൂഹത്തിൽ നല്ല ഉദ്ദേശം കൊണ്ടുവരിക, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന ഒരു സ്ട്രാറ്റജി അവർ അവതരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് പോലും ഇത് മനസ്സിലാകുന്നില്ല. ഇന്ന് ധാരാളം സ്കൂളുകൾ ഇവർ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു കാലഘട്ടത്തിൽ സ്കൂളുകളെല്ലാം വിദ്യാലയങ്ങളെല്ലാം ആകെയിലാണ്. അവിടെ നിന്ന് പഠിച്ചു വന്നവര് വളരെ സെക്കുലർ ചിന്താഗതിക്കാരായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇന്ന് ഈ സ്കൂളുകള്, ഏറ്റവും കൂടുതൽ സ്കൂളുകളും അതുപോലെ തന്നെ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും എല്ലാം കൈവശം വെച്ചിരിക്കുന്ന ഇവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികള് ഏത് രീതിയിലാണ് മുന്നോട്ട് വരുന്നത് എന്ന് നമ്മള് സമൂഹത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ കുട്ടികൾ എങ്ങോട്ടാ പോകുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാവും. അപ്പോ ഇവർക്ക് വ്യക്തമായ സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ ഇരയാണ് ശ്രീ മോഹനൻ നമ്പൂതിരി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി, നമ്മൾ ഈ കോഴിക്കോട് കലോത്സവത്തിന്റെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു ആസ്പെക്ട് കൂടി അതിനകത്ത് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ സ്വാഗത ഗാനത്തിലൊരു വിവാദം അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ. ഒരു വ്യക്തി, ഒരു ടവൽ തലയിലിട്ട ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയുടെ ആ ഒരു കഥാപാത്രം വളരെയധികം വിവാദമായി. നമുക്കറിയാം, ലോകത്ത് ഭീകര സംഘടനകളുടെ ഒരു പേരുകൾ നമുക്ക് അറിയാം. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ആരാണ് എന്ന് നമുക്കറിയാം. പലപ്പോഴും അത് എന്നെ ഉദ്ദേശിച്ചാണ്, അത് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നൊക്കെ ഇവർ ഇരവാദം മുഴക്കുന്നു. ഈ ഒരു ഇരവാദത്തിന്റെ ഒരു കൃത്രിമത്വത്തിന്റെ വലിയൊരു ഉദാഹരണം തന്നെയല്ലേ ഈ സംഘഗാനവുമായി ബന്ധപ്പെട്ട ഉടലെടുത്ത വിവാദം? നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഏത് സമുദായത്തിൽപ്പെട്ട അംഗങ്ങളാണെന്ന് ഞാനോ നിങ്ങളോ പറയേണ്ട ആവശ്യമില്ല. ഈ ലോകത്തിലെ വസ്തുതകൾ വെച്ചിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അവർക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം അവരാണ് ഇത്തരം പ്രവർത്തികൾ അവരുടെ ചില മതപരമായ ആശയങ്ങളുടെ പേരിൽ അഴിച്ചുവിടുകയും അവരുടെ ആശയങ്ങൾ ഈ ലോകത്ത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് എന്നത് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു അനുകമ്പ, ഞങ്ങളെ പാവങ്ങളാണ്, ഈ കേരളത്തിലുള്ള ഞങ്ങളെ പോലെയുള്ള ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒന്നിനും പോകുന്നില്ല, നിഷ്കളങ്കരായ വ്യക്തികളാണ് എന്ന അനുഭവം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, അത് വെച്ച് മുതലെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന വെറും പ്രചരണങ്ങൾ മാത്രമാണ്. അല്ല എങ്കിൽ അത്തരം ഒരു സ്വാഗത ഗാനത്തെ അല്ലെങ്കിൽ അതിനെ വളരെ നിസ്സാരമായിട്ട് ജസ്റ്റ് ഇവിടെ ലോകത്ത് നടക്കുന്ന ഒരു സംഭവത്തിന്റെ പ്രതിദാനം മാത്രമായി കാണാൻ നമുക്ക് സാധിക്കണം. നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല മനഃപൂർവ്വമല്ല അത് ചെയ്തതെന്നുള്ള അതിന്റെ സംഘാടകർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഹൈന്ദവർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇവിടെയൊക്കെ നമ്മളൊരു ആനിവേഴ്സറി, ഞാനിപ്പോ ഇന്ന് കുറച്ച് തിരക്കിലായിരുന്നു, മകന്റെ ആനിവേഴ്സറിയാണ് സ്കൂളിൽ നിന്നാണ്. അപ്പോ PTA മെമ്പറായിട്ടുള്ള ഞാൻ അതിന്റെ കുറച്ച് കാര്യങ്ങളിൽ കൂടിയായിരുന്നു. അപ്പൊ അവിടെ കണ്ട ഞാനൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് സെക്കുലർ സോങ് ആണ്. 3 വിഭാഗത്തിൽ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സോങ് അവിടെ വെച്ചിരിക്കുന്നുണ്ട്. അതൊരു ക്രൈസ്തവ സ്കൂളാണ്. പക്ഷെ എന്തുകൊണ്ട് ഇവരുടെയൊക്കെ സ്കൂളുകളിൽ അത്തരം ഒരു പ്രോഗ്രാം നടത്താൻ അവർ തയ്യാറാകുന്നില്ല? അപ്പൊ അവർക്ക് ചിലതൊക്കെ നിശ്ചിന്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അവർക്ക് ആ രീതിയിൽ വിഭാഗീയത ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് ഇതൊന്നും ചെയ്തുകൂടാ എന്ന് പറയുന്നത് അത് ഇരട്ടത്താപ്പാണ്. അത് ഇന്ന് ആ സംഘാടക സമിതി ചെയ്തത് അതൊരു സന്ദേശം മാത്രമാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് എന്ന് അവർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അതിനെ ആശ്രയിച്ചെടുക്കാൻ മതി. പക്ഷെ അതിന് പകരം അവർ എന്തുകൊണ്ട് അവരുടെ പേര് ഇൻവോൾവ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് അവർക്ക് അനുകൂലമായി മുതലെടുക്കാൻ സമുദായത്തിനും സർക്കാരിനും കിട്ടാവുന്ന മുതലെടുപ്പ് മാത്രമായി അതിനെ മാറ്റുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് അവർ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഇരട്ടത്താപ്പ് മാത്രമായിട്ടാണ് അതിന് ഞാൻ കാണുന്നത്. ഓക്കെ, നമ്മുടെ ചർച്ചയുടെ ഏറ്റവും ലാസ്റ്റ് പോയിന്റിലേക്ക് വരുമ്പോൾ ഫാദർ VP ജോസഫ്, നമുക്കറിയാം അന്യം നിന്ന് പോകുന്ന പല കലാരൂപങ്ങളുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ സംസ്കാരത്തിന്റെ ഭാഗമായി, ക്രൈസ്തവ സമുദായത്തിന്റെ ഭാഗമായി അന്യം നിന്ന് പോകുന്ന ഒത്തിരിയേറെ കലാരൂപങ്ങളുണ്ട്. അങ്ങ് അതിൽ ഒരു കൃത്യമായി തന്നെ ഒരു ഗവേഷണം നടത്തിയ ഒരു വ്യക്തി കൂടിയാണ്. പ്രത്യേകിച്ച് അത്തരം കലാരൂപങ്ങൾ ജാതിക്ക് അതീതമായി, മതത്തിന് അതീതമായി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ലേ? ഒരു പ്രത്യേക കലാരൂപങ്ങൾ മാത്രം പ്രോത്സാഹിപ്പിക്കാതെ എല്ലാ വിഭാഗക്കാരുടെയും, ഇത് ക്രൈസ്തവരുടെയും ഹൈന്ദവരുടെയും മുസ്ലിം സമുദായത്തിന്റെയും മറ്റു ന്യൂനപക്ഷങ്ങളുടെയും ഒക്കെ കലാരൂപങ്ങൾ, അത് കലയാണ്, അത് ആസ്വദിക്കാനുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആർജവം ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാവരെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചിന്താഗതി ഉണ്ടാകേണ്ടതല്ലേ ഫാദർ VP ജോസഫ്? അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാല്, ഈ ചവിട്ടുനാടകം എന്ന് പറഞ്ഞ അപൂർവ കലയുടെ കൂടെ പുത്തമ്പാന, അമ്പാനം, ഖുറാൻ പാരായണമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ മത്സരത്തിൽ വരാൻ പറ്റുന്നതാണ് പുത്തമ്പാന, അതുപോലെ അമ്മാനം, അതുപോലെ തന്നെ അണ്ണായി പാട്ടുകൾ 1000, 2000
കൊല്ലം പഴക്കമുള്ളതാണ് അണ്ണായി പിച്ചപ്പാട്ടുകൾക്ക്. പക്ഷെ ഇതൊന്നും ഗവൺമെന്റ് അടുത്ത് കൊണ്ടുചെല്ലാൻ പറ്റത്തില്ല. കാര്യം ചവിട്ടുനാടൻ കൊണ്ടുചെല്ലുന്നതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. എന്താ പ്രശ്നം എന്ന് വെച്ചാല് അത് അത് അതായത് ഇതിന് മറ്റൊരു സമുദായത്തിന്റെ കല അവതരിപ്പിക്കപ്പെടുമ്പോ ഈ യുവജനോത്സവത്തിൽ മത്സരത്തിന്റെ ഒരു മാർക്കിന്റെ ഒരു പ്രശ്നമുണ്ട്, ഗ്രേസ് മാർക്കിന്റെ പ്രശ്നമുണ്ട്, പിന്നെ കലാതിലകത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കലയും കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 17 കൊല്ലം ഈ പോലെ തല്ലി മൂളിക്കൊണ്ടുവന്നതാണ്. പക്ഷെ ഒരു മുടക്കും ഇല്ലാതെ പുതിയൊരു കല അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കും. അതാണ് എന്റെ വിഷയം. അത് എനിക്ക് ഉറുദു കവിതയെ കുറിച്ച് അങ്ങനെ തോന്നിയായിരുന്നു. ചവിട്ടുനാടകം പ്രഖ്യാപിച്ച ആ സമയത്ത് തന്നെ ഉറുദു കവിതയെ മത്സരയിനുമായിട്ട് പ്രഖ്യാപിച്ചു. എന്നാൽ ഉറുദു കവിത നേരത്തെ ഇതുപോലെ മത്സരയിനമാക്കണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചുകൊണ്ട് കമ്പയിൻ ഒരിക്കലും ഉണ്ടായിട്ടുമില്ല. അതായത് ഇത് ടാലി ചെയ്യാൻ വേണ്ടി ചിലർക്ക് ഇത് പെട്ടെന്ന് എളുപ്പമാണ്, വിദ്യാഭ്യാസ മേഖലകളിലെ ചിലർക്ക് ഭയങ്കര പാടുവാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ അടുക്കുമ്പോൾ മാത്രമേ തീവരെടുക്കുമ്പോൾ മാത്രമേ പൊള്ളല് മനസ്സിലാകത്തുള്ളൂ. ദാറ്റ്സ് കറക്റ്റ്. അത് ഞാൻ അനുഭവിച്ചതാ. ഇവർ ഈ അങ്ങയുടെ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ, ഈ ചവിട്ടുനാടകവുമായി ബന്ധപ്പെട്ട് 17 കൊല്ലം കയറി ഇറങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഡ്യൂറേഷൻ തന്നെയാണ്. ഇവരെന്താണ് അതിനൊരു തടസ്സമായിട്ട് ഇത്തരം കലാരൂപങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അങ്ങ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു. എന്നാൽ അങ്ങയുടെ ഒരു അനുഭവം എന്തെങ്കിലും മനസ്സിലുണ്ടോ ഈ കാര്യവുമായി ബന്ധപ്പെട്ട്? അതായത് അവരത് കൊണ്ടുവരുമ്പോൾ ഇവർക്ക് ഇപ്പൊ നമ്മൾ ഇസ്ലാമോ ഫോബിയ എന്നൊക്കെ പറയത്തില്ലേ, ഇത് ഇവർക്കെല്ലാം ഫോബിയ ഉള്ള ആൾക്കാരാണ്. എന്ത് അതായത് അവർ ഏതെങ്കിലും ഒരു സമുദായം സഹായിക്കുമ്പോൾ മറ്റു സമുദായക്കാര് അവരോട് ഉടക്കുമോ അല്ലെങ്കിൽ അവരോട് അത് ഇഷ്യൂ ആക്കുമോ എന്നുള്ള ഭയം എപ്പോഴും രാഷ്ട്രീയക്കാരെ ശരിക്കും ബാധിക്കുന്നുണ്ട്. പക്ഷെ ഈ ഭയം എന്ന് പറയുമ്പോൾ ഇവരുടെ ഭീരുത്വമാണ് ഇത് വരണത്. അതായത് ഭീരുത്വമാണ്. അതായത് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് ഇപ്പൊ ഹമാസിന്റെ വെടിയേറ്റ് ഒരു നേഴ്സ് മരിച്ചില്ലേ, സൗമ്യ സന്തോഷ്. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു സംഭവം, ഇവിടെ ധൈര്യം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോ അതുപോലെ തന്നെ ഇപ്പൊ ധൈര്യത്തിന്റെ കാവലാളാണെന്ന് പറയുന്ന VT സതീശന് ഇവർക്കാർക്ക് ഒരു ധൈര്യം ഇല്ല. അവിടെ നിന്ന് വീട്ടിൽ ഒരു മരണമല്ലേ നടന്നത്, ഒരു മലയാളിയല്ലേ മരിച്ചത്. ഒരു മലയാളിയുടെ മരണമായിട്ട് കാണാനോ ഒരു മരണമായിട്ട് കാണാനോ നമ്മുടെ നാട്ടിനെ നിലനിർത്താൻ വേണ്ടി ജീവൻ പണയം വെച്ചുകൊണ്ട് വിദേശത്ത് പോയ ഒരു മോള് അവര് അതിദാരുണമായ രീതിയിൽ വെടിയേറ്റ് മരിച്ചിട്ട് ആരാണ് വേട്ടക്കാരെന്ന് വെളിപ്പെടുത്താനോ മരിച്ച വീട്ടിൽ ഇര ആരാണ് എൻ്റെ അകത്ത്, ഇര ആരാണ്? ആ മരിച്ച വീട്ടിൽ നിന്ന് പോകാനുള്ള ധൈര്യം പോലും ഇല്ലാത്തവന്മാരാണ് നാട് ഭരിക്കണം, പ്രതിപക്ഷത്തും അതുപോലെ തന്നെ ഭരണകക്ഷിയിലും. ഇതാണ് നമ്മുടെ ശാപം എന്ന് പറയണത്. വെറുതെ വായിട്ടല്ല കേണത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഒരു കഥയുമില്ല. എന്തിനും സംഭവിക്കും നമ്മൾ കണ്ടറിഞ്ഞ ആൾക്കാരാണ്. ആ വിഷയം എപ്പോഴും കേരളത്തിന്റെ ഒരു മുറിവാണ് കേട്ടോ, ഒരു സംശയമില്ല കാര്യത്തിൽ. ഓക്കെ, വളരെ വ്യക്തമാണ് ഫാദർ. ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി അങ്ങ് കൈയുയർത്തിയായിരുന്നു. അങ്ങ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഈ നമ്മുടെ അച്ഛൻ പറഞ്ഞ പോലെ ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും ആ ഫോബിയയുടെ കനം എത്രയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ സമുദായത്തിലേക്ക് പോയിട്ടുള്ളതും ഈ വിദ്യാഭ്യാസ മേഖലയെ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നിരുന്ന നമ്മൾ ഇത്രയധികം താഴോട്ട് പോയിട്ടുള്ളതും ഇന്ന് നമ്മൾ തടയപ്പെടുന്നതും. ഇന്ന് നമുക്കൊരു ഒരു സ്കൂൾ, ഒരു LP സ്കൂൾ UP സ്കൂൾ ആക്കണമെങ്കിൽ നമുക്ക് എത്ര ബുദ്ധിമുട്ടാണെന്നറിയാം. അതേസമയം അവർക്ക് വളരെ എളുപ്പമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ഫോബിയ രണ്ട് പാർട്ടിക്കാരും നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ മേഖല ഇത്ര കുളമാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്രയധികം ഉണ്ടായതൊക്കെ ഈ ഫോബിയയുടെ ഭാഗമാണ്. ഈ ഫോബിയ ഉള്ളത് കൊണ്ടാണ് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഇത്രയധികം തച്ചുടന്ന് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, വളർച്ചയില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ വിദ്യാഭ്യാസ മേഖലയുടെ കായിക മേളയിലും കലോത്സവത്തിലും എത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും മോശപ്പെട്ട അവസ്ഥ മാത്രമാണ് അവസ്ഥ. ആ ഫോബിയയുടെ പേരിൽ ഉണ്ടാക്കിയ ഒരു ഇര മാത്രമാണ് ഈ മോഹനൻ നമ്പൂതിരി. അത് നമുക്ക് ഭാവിയിൽ കാണാൻ സാധിക്കും. അവസാനമായി ശ്രീ കെവിൻ പീറ്റർ, ഈ ചർച്ചകളൊക്കെ ഉയർന്നു വന്ന പദങ്ങളാണ്. നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടി വർഷങ്ങൾ കഴിഞ്ഞു, സവർണൻ അവർണൻ എന്ന പദങ്ങളൊക്കെ, ബ്രാഹ്മണ മേധാവിത്വം, ബ്രാഹ്മണിക് ഹെജിമണി എന്നൊക്കെ ഉള്ള വാക്കുകൾ, ഇത്തരത്തിലൊരു
ഭിന്നിപ്പിച്ച് ഭരിക്കുക അല്ലെങ്കിൽ നേട്ടം കൊയ്യുക എന്നൊരു തന്ത്രമാണോ കേരളത്തിൽ നടക്കുന്നത്? പ്രത്യേകിച്ച് അത് ഏത് മേഖലയിലായിക്കോട്ടെ, ഇപ്പം ക്രൈസ്തവരുടെ വിഷയങ്ങളായിക്കോട്ടെ, നേരത്തെ അങ്ങ് പറഞ്ഞു, ഇപ്പൊ ക്രൈസ്തവ സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ 80-20 വിഷയമായിക്കോട്ടെ, അല്ലെങ്കിൽ ലവ് ജിഹാദ്, നാർക്കോട്ടിക്, ക്രൈസ്തവ സമുദായത്തെ ആകമാനം ബാധിക്കുന്ന വിഷയങ്ങൾ, അവിടെ കൃത്യമായി ഒരു വിഭാഗം കൃത്യമായി തന്നെ അതിനെതിരെ നിലപാടെടുക്കുമ്പോൾ, എന്നാൽ മറുവിഭാഗത്തെ അതിന് വിരുദ്ധമായൊരു നിലപാടെടുപ്പിക്കുന്നു, ഭിന്നിപ്പിക്കുക. അത് ഒരു തരത്തിൽ ഒഴിവാക്കപ്പെടേണ്ട ഒരു പ്രവണത തന്നെയാണ്. അതൊരു കൃത്യമായിട്ടുള്ള ഒരു ടാക്ടിക്സ് അല്ലേ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളുടെ? ശ്രീ കെവിൻ പീറ്റർ. തീർച്ചയായിട്ടും അവരുടെ ഏറ്റവും ബുദ്ധിപൂർവമായ ഒരു നിലപാട് ആണത്. അവരുടെ കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടാണ്, അവരൊന്നാണ്, അവർ മുസ്ലിമാണ്. അവർക്കിടയിൽ പുസ്ലാനെന്നോ ഒസാനെന്നോ ഇല്ല. അവർ 80-20 അനുപാതത്തിലെ 80% അനുപാതം പുസ്ലാനും മേടിക്കും, അതേ അനുപാതം ഒസാനും മേടിക്കും, അതേ അനുപാതം പാലക്കാട് തങ്ങളുടെ കൊച്ചുമക്കളും മേടിക്കും. അതാണ് അവരുടെ രീതി. അതേസമയം ഇവര് രണ്ട് രീതിയിലാണ്: ഭിന്നിപ്പിച്ച് മുതലെടുക്കുക, ഭിന്നിപ്പിച്ച് നിശബ്ദരാക്കുക. ഇപ്പോൾ ഇവിടെ ബ്രാഹ്മണൻ എന്നൊരു പദം അവിടെ വന്നത് എന്തുകൊണ്ടാണ്? എന്നാൽ അവിടെ ഹിന്ദു എന്നൊരു പദം വന്നില്ല. ബ്രാഹ്മണൻ എന്നൊരു പദം കൊണ്ടുവന്നത് തന്നെ അവരുടെ ജാതി ഇതിന്റെ മുതലെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഈഴവരെ നിശബ്ദനാക്കുക, നായരെ ആ വിഷയത്തെ നിശബ്ദനാക്കുക, SC/ST വിഭാഗങ്ങളെ ആ വിഷയത്തെ നിശബ്ദരാക്കുക, അതാണ് അവരെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ മുതലെടുക്കുവാൻ അവർ പരമാവധി ശ്രമിക്കും. മുന്നോക്കരിലെ പിന്നോക്കർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയപ്പോൾ ഇതിൽ നമ്മുടെ കത്തോലിക്ക വിഭാഗങ്ങളിൽ ലത്തീൻ, സീറോ മലബാർ വിഭാഗങ്ങളെ തമ്മിൽ തെറ്റിക്കുവാനും അതിൽ മുതലെടുപ്പ് നടത്തുവാനും ശ്രീ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ളവർ നടത്തിയ ശ്രമങ്ങളൊക്കെ നമ്മൾക്ക് കാണാവുന്നതാണ്. കാരണം അവർക്ക് കിട്ടാനുള്ളതിൽ നിന്ന് ഒന്നും ഒരു കുറവ് വരുന്നില്ല, ഒന്നും അവർക്ക് നഷ്ടപ്പെടുന്നില്ല. എന്നാൽ പോലും മറ്റുള്ളവർക്ക് കിട്ടുന്നതിൽ ഉള്ള അസഹിഷ്ണുതയാണ് അവർ കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഏതൊക്കെ രീതിയിൽ ഇങ്ങനെയുള്ള ഏതൊരു വിഷയം കിട്ടിയാലും അതിൽ ജാതി, സഭ, റീത്ത് ഇതൊക്കെ കുത്തിത്തിരികെ കയറ്റി അതിനെ പ്രത്യേകമായി മുതലെടുക്കുവാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനെ പ്രതിരോധിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി പരാമർശിച്ച, അദ്ദേഹത്തോട് ചോദിച്ച ആ വിഷയത്തിൽ എന്റെ ഒരു അഭിപ്രായം കൂടെ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ കണ്ടു എന്താണ് ഉമ്മ പാകിസ്ഥാന് കൈയടിക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ഒരു കൊച്ചുകുട്ടി മേമുണ്ട സ്കൂൾ നാടകത്തിൽ നിന്നാണെന്ന് തോന്നുന്നു, അത് ഭയങ്കരമായി വിവാദമായി. അവിടെ വിവാദമായപ്പോൾ അതിനെ സംസ്ഥാന തലത്തിൽ അതിനെ അനുമതി അത് നടത്താൻ ആ ഒരു നാടകം നടത്താനുള്ള അനുമതി കൊടുക്കരുന്ന പല ഭാഗങ്ങളിൽ നിന്ന് അതിന് എതിർപ്പുകൾ ഉണ്ടായി. സംഘടനകൾ പ്രതിഷേധവും ഒക്കെ പരാതികളുമായിട്ട് എത്തി. പക്ഷെ ആർക്കും അതിലൊരു പ്രശ്നവുമില്ല. അതേസമയം ഈ സ്വാഗത അവതരണ ഗാനത്തിൽ ഒരു ഹിസ്ബുൾ മുജാഹിദീൻ അല്ലെങ്കിൽ ഹിസ്ബുൾ മുജാഹിദീൻ തീവ്രവാദിയുടെ വേഷത്തിൽ നമ്മുടെ സൈനികർ നേരിടുന്ന ഒരു വേഷത്തിൽ ഒരു രംഗം വന്നതിനെ അതോ ഉടനെ അതിനകത്തേക്ക് മതം കലർത്തിയവർ, നമ്മുടെ സൈനികരുടെ തലയറുത്തു കൊണ്ടുപോയത്, നമ്മുടെ രാജ്യത്തെ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ രാഷ്ട്രത്തിനുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇത്തരം തീവ്രവാദികളാണ്. ആ തീവ്രവാദികളെ നമ്മുടെ സൈന്യം നേരിടാറുണ്ട്. അതിന്റെ ഒരു ആവിഷ്കരണം അതിനകത്ത് കാണിച്ചതിനെ ഉടനെ അതിനകത്ത് മതം തിരികെ കയറ്റി. ഇവർ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഇവരുടേതായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കെതിരെയും ആരും പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതേസമയം ഇവർ മറ്റു വിഭാഗങ്ങളുടെ കാര്യങ്ങൾ ഇവർ ഇടപെടുകയും ചെയ്യും. നാം കണ്ടു ഇവിടെ ഈ ഹിജാബ് വിഷയം വന്നപ്പോൾ അവരുടെ നിലപാട് എന്തായിരുന്നു? അതേ ആൾക്കാരൻ തന്നെ നമ്മുടെ നവോത്ഥാന മതം ഉണ്ടാക്കാനായിട്ട് വിയർത്ത് കുളിച്ച് കറുത്ത ചാക്കുകെട്ടിനുള്ളിൽ വിയർത്ത് പുഴുങ്ങി നിന്നുകൊണ്ട് അവർ പ്രതിജ്ഞ എടുക്കുന്ന സ്ത്രീകളെ നാം കണ്ടു. ആ സ്ത്രീകൾ തന്നെ ഹിജാബ് വിഷയം വന്നപ്പോൾ ഏത് രീതിയിൽ പ്രതികരിച്ചു എന്നുള്ളത് നാം കണ്ടു. അതുകൊണ്ട് തന്നെ ഇവർ ഈ സ്ട്രാറ്റജി തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അതിനെ നിശബ്ദരായിരിക്കാൻ പാടില്ല. നമ്മളാൽ കഴിയുന്ന വിധം അതിനെ പൊതുസമൂഹത്തോടെ ചേർത്ത് നിർത്തിക്കൊണ്ട് അതിനെ എതിർക്കുക തന്നെ വേണം. ഓക്കെ, വളരെ വ്യക്തമാണ്. പഴയിടം മോഹനൻ നമ്പൂതിരി വേദനയോടെ പടിയിറങ്ങുമ്പോൾ പരാജയപ്പെട്ടത് പഴയിടമല്ല, മതേതര കേരള സമൂഹം തന്നെയാണ്. ജാതിയുടെ, വർഗീയതയുടെ, മതത്തിന്റെ വിഷവിത്തുകൾ എറിയുന്ന പ്രവണതകൾക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ കാശ്മീർ നാളെ കേരളത്തിലും ആവർത്തിച്ചേക്കാം, സിറിയ നാളെ കേരളത്തിലും ആവർത്തിച്ചേക്കാം, അഫ്ഗാൻ നാളെ കേരളത്തിലും സംഭവിച്ചേക്കാം. ഈ വിഷയത്തിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ VP ജോസഫ്, ഒപ്പം ശ്രീ കെവിൻ പീറ്റർ, ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി, 3 പേർക്കും നന്ദി.